തണുപ്പത്ത് ഞങ്ങള് വയനാട്ടില് ഭയങ്കരമായ തണുപ്പുള്ള ഒരു സാഹചര്യമാണ്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ പുതപ്പിന്റെ അടിയിൽ ചുരുണ്ട് കിടക്കേണ്ട സമയത്ത് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ടാണ് നമ്മളിരുന്ന് കൂടുന്നതെന്നറിയാം. അപ്പം വയനാട്ടുകാർ ഇതിനകത്ത് കുറവായിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് രാവിലെ ഈ 6 മണി സമയത്ത് ഇന്നത്തെ ഈ ഗൂഗിൾ മീറ്റിംഗിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും വളരെയധികം സ്നേഹത്തോടെ ഞാനും സ്വാഗതം ചെയ്യുകയാണ്. മിഷൻ ഇന്റർനാഷണൽ ടീമിലേക്ക് വരാൻ ഒരു ഭാഗ്യം ലഭിച്ച, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ച, വലിയ പരിചയമൊന്നുമില്ല, ജസ്റ്റ് നമ്മളുടെ പ്രോഗ്രാമുകളിലൊക്കെ കണ്ട് മാത്രം ഒരു പരിചയമുള്ള മമ്മൂട്ടി സാറും അതുപോലെ തന്നെ കരീം സാറ്. മമ്മൂട്ടി സാറാണ് വിളിച്ചിങ്ങനെ ഒരു ഡേറ്റ് ചോദിക്കുന്നത്. സാറിന് ഈ ഒരു സമയത്ത് ഒരുപാട് സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ കരീം സാറ് ജസ്റ്റ് ഒന്ന് കണ്ടു എന്ന് മാത്രമാണുള്ളൂ. പക്ഷെ മൈലി സ്റ്റൈലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബിസിനസ്സിൽ വരുന്ന എല്ലാവരും ഒരു ഏകോദര സഹോദരങ്ങളെ പോലെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ പേര് എന്തുകൊണ്ട് വിജയിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ ഒരു സപ്പോർട്ട് അത് തന്നെയാണ് വലുതെന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അതേപോലെ ബാക്കി ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പരിചയപ്പെടാം. എന്തായാലും എനിക്കൊരു അത്ഭുതം തോന്നുന്നത് എന്താണെന്ന് വെച്ചാല് രാവിലെ ലേഡീസിനെല്ലാം വീട്ടിൽ ഒരുപാട് പണിയും തിരക്കുകളും ഉള്ള ഒരു സമയമാണ്. അപ്പൊ ആ ഒരു സമയത്ത് കുറെ പേര് ഈ ഗ്രൂപ്പിൽ ഉണ്ടാവാം. പക്ഷെ സുജാത മേഡത്തിന്റെ മാത്രമാണ് ഇവിടെ വീഡിയോ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ ആള് എന്ത് വന്നാലും വിജയിച്ചേ അടങ്ങും എന്ന വാശിയോട് കൂടിയിട്ട് നല്ല റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ബാക്കി ലേഡീസ് ഒക്കെ ഒരുപാട് പേരുണ്ടാവും. ഞാനൊരു ലേഡി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും സംസാരിക്കുമ്പോൾ വീഡിയോ ഒക്കെ ഓൺ ആക്കിയിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു താല്പര്യമാണ്. എന്തായാലും നമ്മളൊരു ഹാളിൽ പോയി, ഒരു പ്രോഗ്രാം ഹാളിൽ പോയി ഫീസ് കൊടുത്തും അല്ലെങ്കിൽ സമയം ചെലവഴിച്ചും കേൾക്കേണ്ട ഒരു പ്രോഗ്രാം നമ്മൾ ഈ ഹാളിൽ ഈ ഒരു സൂമിലൂടെ ടെക്നോളജിയുടെ കാലമായതുകൊണ്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ്. വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എന്നെ സാറ് പരിചയപ്പെടുത്തി. എൻ്റെ പേര് സിന്ധുദയൻ എന്നാണ്. വയനാട്ടിലെ പൂതാടി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നത് അല്ലെങ്കിൽ കൈപിടിച്ചു കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ സ്വന്തം ചേച്ചിയാണ്. കമ്പനിയുടെ കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബിന്ദു മേഡമാണ്. ഈ സമയത്ത് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ചേച്ചിക്ക്. കരീം സാറ് എന്നെ അറിയുന്നവര് ഈ ഗ്രൂപ്പിൽ ഉണ്ടാവുകയോ കണ്ടിട്ടുണ്ടോ? എന്താ സ്ഥിതിഗതികള്? അപൂർവമാണ്. കഴിഞ്ഞ ഒരു മോർണിംഗ് മീറ്റില് മുർസ്താദിന്റെ മോർണിംഗ് മീറ്റിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ആ ഞങ്ങളിങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ട് പോകുന്നതാണ്. ആ അപ്പൊ ആ സമയത്ത് മേഡം വന്നപ്പോ പരിചയപ്പെട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. എനിക്ക് എന്തായാലും മുഖങ്ങളൊന്നും ആരുടെയും പരിചയമില്ല. എന്നിരുന്നാലും ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതാണല്ലോ. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ വലിയ കാര്യങ്ങൾ, അറിവുകളൊന്നും പറഞ്ഞു തരാനില്ല. ഈ ബിസിനസ്സിലൂടെ യാത്ര ചെയ്ത ചെറിയൊരു അനുഭവങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. 9 വർഷമായിട്ട് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നു. എന്നാൽ ഒരു 7 വർഷം 7.5 വർഷമായിട്ട് നല്ലൊരു ബിസിനസ്സുകാരിയായിട്ട് മാറിയിട്ടുമുണ്ട്. ആ ഒരു സമയങ്ങളിൽ ഞാൻ ഉപയോഗിച്ച പ്രൊഡക്റ്റിന്റെയും ഞാൻ നടന്ന വഴികളുടെ ആ ഒരു അനുഭവങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. ഒരുപക്ഷെ ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടും. കാരണം ഇതുപോലെയുള്ള പല ലീഡേഴ്സിന്റെയും വാക്കുകളാണ് എന്നെയും ഇന്ന് നാഷണൽ ടീം കോർഡിനേറ്ററും സീലിംഗ് അച്ചീവറും ഒക്കെ ആക്കി ഇവിടെ എത്തിച്ചത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സാധാരണക്കാരിയായി ഒരു പാവപ്പെട്ട അച്ഛൻ്റെ അമ്മയുടെയും മക്കളിൽ 5 പേരിൽ ഒരാളാണ്. ഞങ്ങൾ 4 പെൺകുട്ടികളും ഒരാങ്ങളെയുമാണ് ഞങ്ങൾക്കുള്ളത്. മൂത്ത ആളാണ് ചേട്ടായി. അങ്ങനെയാണ് നമ്മൾ വളർന്നത്. അപ്പൊ ആ ഒരു സമയത്ത് വളരെ ഇഷ്ടപ്പെട്ട് നല്ലതുപോലെ വീട്ടിൽ കഴിഞ്ഞു. കല്യാണം കഴിച്ചു കൊടുത്തതും അതുപോലെ തന്നെ വളരെ പാവപ്പെട്ട കൂലിപ്പണി എടുക്കുന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെ മോനാണ്. അപ്പൊ അങ്ങനെ അതിലും ഞങ്ങൾ അങ്ങനെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. കാരണം ഒരു കാര്യവും സ്വന്തമായിട്ട് ചെയ്യുകയോ പുറത്തു പോകുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു സാധനം മേടിക്കുക, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. എല്ലാം വീട്ടുകാർ ചെയ്യുന്നു. അവർ കൊണ്ടുതരുന്ന സാധനങ്ങളാണേലും വാങ്ങി ഉപയോഗിച്ച് അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ കല്യാണം കഴിഞ്ഞ് ജീവിതമൊക്കെ ആരംഭിച്ച ഒരു സമയത്ത് നമുക്കും വെറുതെ വീട്ടിലിരിക്കുക, ശരിയില്ല, അച്ഛനും അമ്മയും നമ്മളെയും പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊരു വിശ്വാസത്തിൽ തയ്ക്കാനായിട്ട്, പീസ് വർക്കിന് തയ്ക്കാനും പേപ്പർ ബാഗ് ഉണ്ടാക്കാനും അങ്ങനെ പല മേഖലയിൽ കമ്പ്യൂട്ടർ പഠിക്കാനും ഒക്കെ പോയി. അവസാനം ഒരു സിവിൽ എഞ്ചിനീയറിന്റെ ഓഫീസിൽ വന്നിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. 11 വർഷത്തോളം അവിടെയായിരുന്നു എൻ്റെ ജോലി എന്ന് പറയുന്നത്. അങ്ങനെ
ആ ജോലിയിലിരിക്കുന്ന സമയത്ത് നമുക്കിപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏത് കാര്യത്തിലാണെങ്കിലും ഉത്തരവാദിത്വം കൂടുതലുള്ള, അല്ലെങ്കിൽ ആ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ഒരു ആത്മാർത്ഥത എന്ന് പറയുന്നത് ചെറുതായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഓഫീസിൽ പോകുമ്പോഴും ഓഫീസിലെ കാര്യങ്ങൾ 11 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴും ചെറുതല്ല. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നോക്കി നടത്തി ആ സ്ഥാപനത്തിൽ പോകും. അപ്പോൾ കറക്റ്റ് സമയത്ത് പോകണം, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്ത് മക്കളുടെ കാര്യവും ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഓഫീസിൽ പോകാൻ. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് എൻ്റെ ഭക്ഷണം കഴിക്കൽ മാത്രമാണ് മാറ്റി വെക്കാനുണ്ടായിരുന്നത്. ഒറ്റ ദിവസം പോലും സമയത്ത് രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് പോകാനുള്ള ഒരവസരം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് പലചരക്ക്, പച്ചക്കറി, കോഴി, വാടക സ്റ്റോർ, ഇങ്ങനെ 4 കട നടത്തുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടുന്ന ഭക്ഷണം, 2 നേരത്തേക്കുള്ള ഭക്ഷണം കൊണ്ടു കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്തുണ്ടായ കുറെ ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ് ഇവിടെ വരെ എത്തിച്ചത് എന്ന് വേണം പറയാൻ. കാരണം 11 വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ഭക്ഷണം കഴിക്കാതെ രാവിലെ, അത് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഇതായിരിക്കാൻ കഴിച്ചിട്ടുണ്ടാവുക, അങ്ങനെ നടന്ന ഒരാൾ. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ഭക്ഷണം ഉച്ചയ്ക്ക് 2:30-3 മണിക്കാണ് നമുക്ക് കഴിക്കാൻ സാധിക്കുക. അങ്ങനെ നടന്നത് കൊണ്ടായിരിക്കാം ഒരുപാട് അസുഖങ്ങൾ വന്നത് എന്ന് വിശ്വസിക്കുന്നു. എന്താണേലും നമ്മളുടെ ഹെർബൽ ടൂത്ത് പേസ്റ്റിലൂടെയാണ് ഈ ബിസിനസ്സിലേക്കുള്ള എൻ്റെ ഒരു വരവ് എന്ന് പറയുന്നത്. കാരണം രണ്ടണയിലും അണപ്പല്ലുകളില്ല. ആ ഒരു സമയത്താണ് മൂന്നാമത്തെ പല്ല് കേട് വരികയാണ്. അപ്പൊ അതും എടുത്തു കളയണം. ആദ്യത്തെ 2 പല്ലും എടുത്തു കളഞ്ഞിട്ടാണുള്ളത്. അപ്പൊ മൂന്നാമത്തെ പല്ലും എടുത്തു കളയണം എന്ന് ഡോക്ടർ പറഞ്ഞ് ആ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ചേച്ചീൻ്റെ ഒരു കോള് വരുന്നതും. ചേച്ചി കോട്ടയത്താണുള്ളത്, ഞങ്ങൾ വയനാട്ടിൽ. അപ്പൊ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടി ഒരു പേസ്റ്റ് ഉണ്ട്, ഒന്ന് ഉപയോഗിച്ച് നോക്ക്, പല്ലുവേദന മാറും, ഇപ്പൊ എടുത്തു കളയാനൊന്നും പോവണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ആള് കോട്ടയത്താണ്. അതായിരുന്നു എൻ്റെ സങ്കടം. പക്ഷെ 10 മിനിറ്റ് പോലും കഴിഞ്ഞില്ല, മക്കള് പ്രോഡക്റ്റ് വീട്ടിൽ കൊണ്ടു തന്നു. അങ്ങനെ ആ ഒരു ഓണാനോണിന്റെ ഹെർബൽ ടൂത്ത് പേസ്റ്റ് ആണ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ആ പേസ്റ്റ് കയ്യിൽ കിട്ടിയ ആ സമയത്ത് തന്നെ ഉപയോഗിച്ചു. ഒരുപക്ഷെ ഒരു ദിവസം 3 പ്രാവശ്യം ഉപയോഗിച്ചു. കാരണം ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ പല്ലിനുണ്ടാവുന്ന, വായിക്കുണ്ടാവുന്ന ആ ഒരു ആശ്വാസം കൊണ്ട് തന്നെയാണ്. അങ്ങനെ 3 പ്രാവശ്യം ഉപയോഗിച്ചു. 2016 ഒക്ടോബറിൽ, ഒരുപക്ഷെ അന്ന് മാറിയതാണ് എൻ്റെ പല്ലുവേദന. ഇനി നിമിഷം വരെയും പല്ലുവേദനയും വന്നിട്ടില്ല. അതിനുശേഷം ഒറ്റ ഒരു പല്ല് പോലും എടുക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ആദ്യത്തെ അനുഭവം, ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. കാരണം 2016 ഒക്ടോബറിലാണ് ഈ പേസ്റ്റ് കിട്ടിയത്. അന്ന് മുതൽ ഇന്നും രാവിലെയും ആ പേസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ പല്ല് തേച്ചത്. അപ്പൊ അതൊരു സംഭവമായി. അത് പക്ഷെ അന്നേരം അറിയുന്നില്ലല്ലോ. 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട് പല്ലുവേദന, മാറിയോ, കുറവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ്. വൈകുന്നേരം ഞാൻ ചേച്ചിയോട് ചോദിക്കുകയാണ്, മൈഗ്രെയിന്റെ തലവേദനയ്ക്ക് എന്താണുള്ളത്. കാരണം 10-13 വർഷം ആയിട്ട് മൈഗ്രെയിന്റെ തലവേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ സമയത്ത് എന്താണുള്ളത് അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു തൈലമുണ്ട്, ആ തൈലം ഒന്ന് തേച്ചാൽ മതി, തേച്ച് കുളിച്ച് നോക്കുക, ചിലപ്പോൾ കുറയുമായിരിക്കും, മാറുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല, കുറയുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു തൈലം ഒന്നും വില നോക്കാതെ വാങ്ങി ഉപയോഗിച്ചു. അത് കോട്ടയത്ത് നിന്ന് ഇവിടെ വരിക എന്നുള്ളത് സമയമെടുക്കുമായിരുന്നു. അങ്ങനെയുള്ളൊരു സമയത്ത് ആ കയ്യിൽ എപ്പോഴാണോ കിട്ടിയ ആ സമയത്ത് ഇത് തലയിൽ തേച്ച് കുളിക്കാൻ പറഞ്ഞു. തലയിൽ തേച്ച് കുളിച്ച് അങ്ങനെ 17-ാമത്തെ ദിവസം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കണ്ണട മാറ്റാൻ സാധിച്ചു. ഇന്ന് ഈ 9 വർഷമായിട്ട് ഇന്ന് ഈ നിമിഷം വരെയും എനിക്ക് മൈഗ്രെയിന്റെ തലവേദന വന്നില്ല. അത് പൂർണ്ണമായിട്ട് മാറി എന്ന് തന്നെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. ആ തൈലത്തിന്റെ പേരാണ് മാജിക് ഓയിൽ എന്ന് നമ്മൾ എല്ലാവരും പറയുന്ന ചാമ്പ്യൻ തൈലം ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ അതെന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തി. കാരണം ഒരു നമ്മുടെ ഇവിടെ വയനാട്ടിലുള്ള ഒരു ENT ഡോക്ടറെ കാണിച്ചുകൊണ്ട് മരുന്ന് മേടിച്ച് അവര് പറഞ്ഞ സ്കാനിങ്ങും എല്ലാം ടെസ്റ്റുകളെല്ലാം ചെയ്തു. അവർ തരുന്ന മരുന്നും അതേപോലെ കഴിച്ചു. പക്ഷെ എൻ്റെ അസുഖങ്ങൾ മാറിയില്ല. എന്നാൽ നമ്മളിവിടെ ഒരു ഡോക്ടറെ കുറ്റം പറയോ ഒന്നുമല്ല. നമുക്കറിയാം, നമ്മളൊരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് ഇന്ന രോഗമാണെന്ന് പറയുമ്പോൾ അതിന് വേണ്ടുന്ന മരുന്ന് തരുന്നു. പക്ഷെ അത് കണ്ടിന്യൂസ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്കത് പറ്റാത്തതുകൊണ്ടായിരിക്കാം, ഞാൻ മെലിഞ്ഞ് വളരെ വള്ളി പോലെ ഊതിയാൽ പറക്കുന്ന ഒരു കോലത്തിലേക്ക് പോവുകയായിരുന്നു. തലയിലെ മുടിയും എല്ലാം പോയി വേറൊരു രോഗി എന്ന നിലയിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അത് നമ്മൾ ഒരുപക്ഷെ അറിയുന്നുണ്ടായിരുന്നില്ല. ആരോഗ്യമില്ല എന്നുള്ളതും ക്ഷീണമാണ് എന്നുള്ളത് നന്നായിട്ട് അറിയാം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളും എല്ലാം ചെയ്യണം. പക്ഷെ ആ തൈലത്തില് എന്താണ്, ഒരു തൈലം തലയിൽ തേച്ച്, ഒരുപക്ഷെ കഴിക്കാനെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ വാങ്ങിച്ച് കഴിക്കില്ല. തലയിൽ തേച്ച് കുളിക്കാൻ പറഞ്ഞത് കൊണ്ടാണ് അത് വാങ്ങി തേച്ചത്. ആ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് അത്രയും നാള് നമ്മൾ കുളിച്ചിരുന്നെങ്കിൽ ആ വെളിച്ചെണ്ണ മാറ്റി ഈ ചാമ്പി തൈലം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വന്ന മാറ്റം. അപ്പൊ അതെന്തായിരിക്കാം എന്ന് വളരെ വിശദമായിട്ട് ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നൊരു പക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ
ഇങ്ങനെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് ഒരു നാഷണൽ ടീം കോർഡിനേറ്റർ ആയിട്ടൊക്കെ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റിയെന്ന് പറയാൻ സാധിക്കും. കാരണം ഒരവസരം നമുക്ക് കിട്ടുന്ന സമയത്ത് അതെന്താണ് എന്ന് മനസ്സിലാക്കുക. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കാം, അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ പോകെ പോകെ എൻ്റെ തലവേദന കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചേച്ചീൻ്റെ അടുത്ത് ചോദിച്ചു ഗ്യാസിന് എന്താണുള്ളത്. കാരണം ഞാൻ പറഞ്ഞു സമയത്ത് ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നടന്നത് കൊണ്ട് ഗ്യാസ്, നെഞ്ചരിച്ചില്, അൾസർ, വായ്പുണ്ണ് അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ ആ സമയത്ത് ആളെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു ലിക്വിഡ്, ലിവാഗൈന്റെ ലിക്വിഡ് പറഞ്ഞു തന്നു. ആ ഒരു ലിക്വിഡ് വാങ്ങി ഉപയോഗിച്ചു. അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. വായിലെ പുണ്ണ് കുറയുന്നു. ഞാൻ എപ്പോഴും എൻ്റെ ചേച്ചിയെടുത്ത് ചോദിക്കും വിശപ്പിനുള്ള മരുന്നാണോ നീ തന്നതെന്ന് ചോദിക്കുമായിരുന്നു. കാരണം അത്രയും വിശപ്പുണ്ടാകാൻ തുടങ്ങി, ഭക്ഷണം കഴിക്കണം എന്ന് തോന്നി തുടങ്ങി. അങ്ങനെയുള്ള മാറ്റങ്ങളാണ് വന്നത്. അങ്ങനെ അത് ഒരു ബോട്ടിലൊക്കെ കഴിച്ചപ്പോൾ നല്ല വ്യത്യാസം വന്നു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് കുറച്ചുനാൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം അൾസറിന്റെ ഒരു തുടക്കമായിരുന്നു വായ്പുണ്ണും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതിന് കവചപ്രാശ് പോലെയുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, ന്യൂട്രൽ ലൈഫ് കഴിക്കണം, വൈറ്റ് ഡിസീസ് ഒക്കെ കണ്ടമാനം ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ മക്കൾക്കും അതുപോലെ തന്നെയായിരുന്നു. അപ്പൊ അമ്മയും മക്കളും നമ്മളുടെ ന്യൂട്രൽ ലൈഫ് കഴിക്കണം എന്ന് പറഞ്ഞു. ഒന്നിന്റെയും ഒരു പ്രൊഡക്റ്റിന്റെ പോലും വില നോക്കാതെ കേട്ട നാൾ മുതൽ വാങ്ങി ഉപയോഗിച്ചു എന്നുള്ളതാണ് ആദ്യം ചെയ്തത്. ഇന്ന് നമ്മൾ ഒരാളോട് നമ്മുടെ പ്രൊഡക്ട്സ് ഒന്ന് കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്ന സമയത്ത് ആദ്യം എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതിന് വില കൂടുതലാണെന്നാ പറയുക. പക്ഷെ ഞാൻ ഒരിക്കലും വില ചോദിച്ചിട്ടില്ല. എത്രയാണോ ആ ചേച്ചി പറയുന്നത് ആ പൈസ കൊടുത്തിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കും. അപ്പൊ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ വിചാരിക്കും ഓ ചേച്ചിയല്ലേ എന്നാ പിന്നെ DP പ്രൈസിലായിരിക്കും ആൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തിരുന്നത്. അത് തെറ്റിദ്ധാരണ മാത്രമാണ്. എല്ലാ പ്രൊഡക്റ്റും എനിക്ക് MRP വിലയിലാണ് തന്നുകൊണ്ടിരുന്നത്. ഒരു ഐഡിയ അടിക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ് ആണെന്നോ ഒന്നും അറിയില്ല. ഞാൻ നമ്മൾ ഈ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വന്നത് ഇതുപോലെ ആയിരിക്കില്ല, വളരെ വ്യത്യസ്തം. ഞാനും നിങ്ങളും വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലായിരിക്കും. കാരണം തുടക്കം അങ്ങനെയായിരുന്നു. ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെന്നോ പറഞ്ഞിട്ടല്ല ഞാൻ കടന്നു വരുന്നത്. ഇതേപോലെ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചു, വില നോക്കാതെ വാങ്ങി ഉപയോഗിച്ചു. പക്ഷെ എൻ്റെ ഒരു ില്ല എന്ന് ഇന്നൊരു പക്ഷേ എല്ലായിടത്തും 14 ജില്ലയിലും നമുക്ക് ഔട്ട്ലെറ്റുകൾ ഉണ്ട്. പക്ഷെ അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് എൻ്റെ ചേട്ടായിമാരും ചേച്ചിയും ഒക്കെ കൂടെ അന്ന് ഈ പ്രൊഡക്റ്റ് കോയമ്പത്തൂർ പോയിട്ടാണ് എടുത്തുകൊണ്ട് പോയിരുന്നത്. അതൊന്നും നമുക്കറിയില്ല. കോട്ടയത്ത് ഇരിക്കുന്ന ചേച്ചിയുടെ അക്കൗണ്ടിൽ ഞാൻ ക്യാഷ് ഇട്ട് കൊടുക്കും. ക്യാഷ് ഇട്ട് കൊടുത്ത് 10-13 ദിവസം കഴിയുമ്പോഴാണ് എൻ്റെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുക. അങ്ങനെ ആയിരുന്നു. പക്ഷെ എന്ത് തന്നെ ആയാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി എൻ്റെ ചേച്ചിയെടുത്ത് ചോദിക്കുമ്പോൾ അതിനൊക്കെയുള്ള പ്രൊഡക്റ്റ് ഉണ്ട്, ഇതെല്ലാം ഒരു മരുന്നാണെന്ന് വിചാരിച്ചാണ് വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്തിന് കഴിച്ചാലും അല്ലെ എന്തിനു ഉപയോഗിച്ചാലും ആ വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇന്ന് 9 വർഷത്തോളമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ടെസ്റ്റിനും ചെക്കപ്പുകളും ഒക്കെ ചെയ്യും, നാളെ എന്തെന്ന് നമുക്കറിയില്ല. അങ്ങനെയാണ് ഈ ബിസിനസ് തുടങ്ങുന്നത്. പക്ഷെ ഇതെല്ലാം വാങ്ങിക്കഴിച്ചപ്പം വയറ്റിലെ പ്രശ്നങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വന്നു. അങ്ങനെ പിന്നീടുള്ള എൻ്റെ ചോദ്യം, എനിക്ക് 2 പെൺകുട്ടികളാണ്, വുമൺ പീരീഡ്സിന്റെ പ്രോബ്ലം ഉണ്ട് മക്കൾക്ക്, അതിനെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് വുമൺ കമ്പാനിയൻ തന്നു. അത് വാങ്ങിച്ചു കൊടുത്തു. അത് മക്കൾക്ക് 2ആൾക്കും നല്ല റിസൾട്ട് തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഒരു ലേഡിയാണ്, അമ്മയാണെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം പീരീഡ്സ് ഉണ്ടായില്ല. അപ്പം ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ യൂട്രസ് ഉണ്ടാവില്ല, അതെടുത്ത് കളയേണ്ട ഒരു സിറ്റുവേഷൻ വരുമെന്ന് അറിയാം. പക്ഷെ വേദന ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ കൊണ്ടുനടന്നു. പക്ഷെ എൻ്റെ മക്കൾക്ക് റിസൾട്ട് വന്നത് കണ്ടപ്പം ഞാനും വുമൺ കമ്പാനിയൻ വാങ്ങി ഉപയോഗിച്ചു. ഒരു 5.5 ബോട്ടിൽ വുമൺ കമ്പാനിയൻ ഉപയോഗിക്കുമ്പോഴേക്കും എനിക്കും പീരീഡ്സ് കറക്റ്റായിട്ട് വന്നു. അത് ഇന്ന് ദൈവം സഹായിച്ച് ഇന്ന് വളരെയധികം അഭിമാനത്തോട് പറയാം, 26ാമത്തെ ദിവസം ഉണ്ടെങ്കിൽ പീരീഡ്സ് വന്നിരിക്കും. അപ്പൊ ആ യൂട്രസിനും ഒരു കുഴപ്പമില്ലാത്ത ആ രൂപത്തിലും ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിട്ട് വരാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ, ഞാൻ ഒരുപാട് പ്രൊഡക്ട്സുകൾ ഉപയോഗിച്ചു. പറയാൻ നിന്നാൽ ഒത്തിരി എക്സ്പീരിയൻസ്, അനുഭവ കഥകൾ പറയാനുണ്ട്. സ്കിൻ അലർജി ഉണ്ടായിരുന്നു, വെരിക്കോസ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ. അപ്പം ഈ പ്രോബ്ലം എല്ലാം മാറുമ്പം എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു വാച്ച് കെട്ടാൻ പറ്റും, ബ്ലഡ് പ്യൂരിഫയർ കഴിച്ചാൽ മതിയെന്ന്. ബ്ലഡ് പ്യൂരിഫയർ കഴിച്ച സമയത്ത് എനിക്കുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് മുഖത്തിനായിരുന്നു വലിയ മാറ്റം ഉണ്ടായത്. കാരണം കരിമങ്കല്യം വന്നു. ഒരുപക്ഷെ കരിമങ്കല്യം എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ ഈ തിരിച്ചറിവുകൾ ഉണ്ടായപ്പോൾ ഉള്ള മരുന്നുകൾ മുഴുവൻ കഴിച്ചതിന്റെ സൈഡ് എഫക്റ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു എൻ്റെ മുഖത്ത് തന്നെ. ഇപ്പോഴും ഒരുപക്ഷെ ചെറിയ ഭാവത്തിലുണ്ട്, ഇങ്ങനെ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അപ്പൊ ആ
രൂപത്തിന് മാറ്റം വരിക ഇത് ബ്ലഡ് പ്യൂരിഫയർ ചെന്നപ്പം. അന്ന് വെരിക്കോസ് എന്ന് പറയുന്ന ഒരു രോഗത്തിന്റെ പേര് എന്താന്ന് പോലും അറിയില്ല, പക്ഷെ എനിക്ക് ഉണ്ടായിരുന്നു എൻ്റെ കാലിൽ. അത് അറിയില്ല. അപ്പൊ ബ്ലഡ് പ്യൂരിഫയർ ചെന്നപ്പോൾ കാലിൽ നല്ല മാറ്റങ്ങൾ വന്നു, അതിന്റെ കളറെല്ലാം മാറി സാധാ മനുഷ്യന്റെ കാല് പോലെ ആകുമ്പോഴാണ് പിന്നീട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെയാണ് ഇത് വെരിക്കോസ് ആയിരുന്നു എന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതാണ് ഞാൻ പറഞ്ഞു, ഒരുപാട് ജീവിതശൈലി രോഗത്തിന് വളരെ ചെറിയ പ്രായത്തിൽ അടിമയായി. പക്ഷെ ഇതൊന്നും ഇങ്ങനെ ഒരു രോഗമാണ് അല്ലെങ്കിൽ ഇന്നതാണെന്ന് അറിയാതെ നമ്മൾ നമ്മളുടെ ജീവിതയാത്രയിലൂടെ പോവുകയാണ്. പക്ഷെ ഇങ്ങനെ പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചു. മക്കൾക്ക് താരന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, അതേപോലെ ഹസ്ബൻഡിന് ഇയർ ബാലൻസിന്റെ വിഷയം വന്നു. പല സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടുനടന്ന് മരുന്ന് മേടിച്ചു, അവിടെ നിന്നൊന്നും മാറ്റം ഉണ്ടായില്ല. ഓരോ ദിവസം ചെല്ലുന്തോറും ആൾക്കിത് കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. കടയിലാണെങ്കിൽ പണിയെടുക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല. 4 കടയുണ്ട്, പലചരക്ക് കടയിലത്തെ ആ ഒരു തിരക്കും അല്ലെങ്കിൽ അവിടുത്തെ ചുമടും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. ഉള്ളിച്ചാക്കും പഞ്ചസാര ചാക്കും അരിച്ചാക്കും ഇതെല്ലാം ചുമന്ന് കടയിൽ വെക്കുക, ഇതൊക്കെ കുറഞ്ഞത് ആ സമയത്താണെങ്കിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള പണിയെടുക്കുന്ന ഒരാൾക്ക് ഇതൊന്നും എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്നെ വല്ലാണ്ട് പേടിപ്പെടുത്തി. അങ്ങനെ ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് അനുജനെയും കൂട്ടി കട തുറന്ന് ഞാനും അനുജനും കൂടി കട നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെയുള്ള ഒരു ഡോക്ടർ, മൈസൂരിലേക്ക് ഉള്ള ഒരു ഡോക്ടറെ കാണണം. അതിനുള്ള സമയം 10-13 ദിവസം വീണ്ടും കഴിയണം. അങ്ങനെ ഇരിക്കുക. അപ്പൊ എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞു, ഇതിലെ പ്രൊഡക്റ്റുകൾ കൊടുക്ക്, ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ട് അത് വാങ്ങിച്ചു കൊടുക്ക് എന്ന് പറയുമ്പം ഒരുപക്ഷെ നമുക്ക് അന്ന് ഞാൻ അതിന്റെ വില നോക്കി. കാരണം 3000 രൂപയോളമാണ് അന്നത്തെ ഹെൽത്ത് ഡ്രിങ്കിന്റെ വില വരുന്നത്. അത് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പൊ നമുക്ക് ആലോചിക്കുമ്പോൾ അത് വാങ്ങിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ എൻ്റെ ചേച്ചി അത് വെറുതെ തന്നു വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇവൻ ഇത് കൊടുക്ക്, അവന് കൊടുത്തു കഴിയുമ്പോൾ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്ന് അതിന്റെ വില നോക്കുമ്പോഴാണ് ഈ 3000 രൂപയാണെന്ന് കാണുന്നത്. ഒരുപക്ഷെ നമുക്ക് വാങ്ങിക്കാമായിരിക്കാം, അല്ലെങ്കിൽ പൈസ നമ്മൾ വിചാരിച്ചാൽ കൊടുക്കാം. പക്ഷെ ഇത് കഴിക്കണ്ടേ, ആളിത് കഴിക്കണം. നമ്മൾ മക്കളാണെങ്കിൽ നിർബന്ധിച്ച് നമുക്ക് കഴിപ്പിക്കാൻ പറ്റും, ഹസ്ബൻഡിന്റെ അടുത്ത് അത് പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും രാവിലെ പല്ല് തേച്ച് വരുമ്പോൾ തിളച്ച കട്ടൻ ചായ കൊടുക്കേണ്ട സമയത്ത് നമ്മളൊരു ജ്യൂസ് കലക്കി കൊണ്ട് കൊടുത്താൽ എങ്ങനെയുണ്ടാവും? എന്തായാലും എൻ്റെ നിർബന്ധത്തിന് ഇത് കലക്കി രാവിലെ ചില്ല് ഗ്ലാസ്സിനകത്താക്കി പല്ല് തേച്ച് വരുമ്പോഴേ കൊടുത്തു. അത് എന്നോടുള്ള ദേഷ്യത്തിന് ഇങ്ങനെ വലിച്ചിങ്ങനെ കുടിച്ച് ക്ലാസ് അവിടെ വെച്ച്. അപ്പോൾ ചീത്തയും പറയുന്നുണ്ട് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ ഞാൻ ഈ പ്രൊഡക്റ്റുകൾ ഇത്രയും ഉപയോഗിച്ചതിലുള്ള ആ ഒരു വലിയ വിശ്വാസം എനിക്കുണ്ട്, ഇത് മാറും എന്നുള്ളത്. പക്ഷെ ഈ ഒരു മാസം കഴിഞ്ഞപ്പം സിപ്പപ്പ് പോലത്തെ സാശയാണല്ലോ, ഇതിൽ കഴിച്ചവരും കഴിക്കാത്തവരും ഒക്കെ ഇരിപ്പുണ്ടാവാം. അപ്പൊ ആ ഒരു 30 ദിവസം കഴിഞ്ഞപ്പം ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഈ പെട്ടി ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ 3000 രൂപ കഴിഞ്ഞപ്പം നിനക്ക് സമാധാനായില്ലേ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പൊ ഞാൻ ആളടുത്ത് പറഞ്ഞു, 3000 രൂപയല്ലല്ലോ, 30 ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ഈ അസുഖം വന്നോ? നിങ്ങളെ ശരീരത്തേക്കല്ലേ ഈ മരുന്നുകൾ മൊത്തം കയറുന്നത്, അത് കണ്ടു നിൽക്കുന്നത് ഞാനാണ്. പക്ഷെ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഭയങ്കരമായ വൊമിറ്റിങ്, കണ്ണ് തുറക്കില്ല, വെളിച്ചം കാണാൻ പറ്റില്ല, വിളിച്ചാൽ മിണ്ടില്ല, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് 30 ദിവസം ഓത്തിൽ ഒരു ദിവസം പോലും കൊണ്ടുപോകേണ്ടി വന്നില്ല. ലീവ് എടുത്ത് കടയിലിരിക്കുമ്പോൾ 4-5 ദിവസം മാത്രമേ ഇരിക്കേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്ക് ഈ ഹെൽത്ത് ഡ്രിങ്ക് കഴിച്ച് ആൾ ഉഷാറായി വന്നു. അങ്ങനെ കടയിൽ വരാൻ തുടങ്ങി, ഞാൻ ഓഫീസിലും പോകാൻ തുടങ്ങി. ആ ഒരു സിറ്റുവേഷൻ, ഒരു ഹെൽത്ത് ഡ്രിങ്ക് തന്നത് 2 വർഷത്തേക്ക് അദ്ദേഹത്തിന് പിന്നെ അസുഖം വന്നില്ല എന്നുള്ളതാണ്. അതൊരു വലിയൊരു അനുഭവമായിട്ട് ഞാൻ എപ്പോഴും പറയും, ആ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് നമ്മളുടെ 9E5 എന്ന് പറയുന്ന ഹെൽത്ത് ഡ്രിങ്ക്. അതൊരു പക്ഷേ എൻ്റെ ജീവിതം തിരിച്ചു തന്ന പ്രോഡക്ട്സ് ആണെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്. 2 വർഷം കഴിഞ്ഞപ്പോൾ വലിയൊരു പ്രോഗ്രാമിൽ വെച്ച് വീണ്ടും ഇതേപോലെ വന്നു. അന്നും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടിടന്നു, ഒരു രക്ഷയും ഉണ്ടായില്ല. പക്ഷെ നമ്മുടെ പ്രൊഡക്ട്സ് നമ്മുടെ ഇതിലുള്ള ഒരു ലീഡറുടെ അടുത്ത് ചോദിച്ചപ്പോൾ അതിന്റെ കോമ്പിനേഷൻ പറഞ്ഞു തന്നു. ആ കോമ്പിനേഷനിലൂടെ ആ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു. അതും ഇതേപോലെ 2-3 മാസക്കാലം വാങ്ങി ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അന്നും ഇത്രയും പ്രൊഡക്റ്റുകൾ ഒന്നിച്ച് വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ ആളായിരുന്നില്ല. പക്ഷെ 1 മാസത്തോളം അത് കറക്റ്റായിട്ട് മുടങ്ങാതെ വാങ്ങിക്കഴിച്ചു. ഇന്ന് ഇയർ ബാലൻസ് എന്ന് പറയുന്ന ഒരു അസുഖമേ ഇല്ല എന്നുള്ളതാണ്. അഥവാ എന്തെങ്കിലും അതിൻ്റെതായ ലക്ഷണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പല പ്രൊഡക്റ്റുകളുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ 9E5ഉം ഫീലിങ്ങും കവചപ്രാശും ഡെയിലി ഡിറ്റോസും മാൻശക്തിമാനും അങ്ങനെയുള്ള ഒരു വലിയൊരു കോമ്പിനേഷൻ ആയിരുന്നു തന്നിരുന്നത്. അതിലെ പ്രൊഡക്റ്റുകൾ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഇന്ന് ആ വിഷയങ്ങളില്ല. അപ്പൊ ഇതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു 8-9 വർഷമായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നില്ല. അന്നൊരു ബിസിനസ്സുകാരിയാണെന്നോ അല്ലെങ്കിൽ ഒരു ബിസിനസ് അവസരം ഉണ്ടോന്നോ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം 1-1.5 വർഷത്തോളം ഞാനും എൻ്റെ കുടുംബവും ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചു. ഈ ഉപയോഗിച്ച സമയത്ത് എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തി എന്ന് വെച്ചാൽ, എൻ്റെ മാറ്റങ്ങൾ കണ്ടപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു തുടങ്ങി. ചോദിച്ചവരോട് പറയാനുള്ള ഒരു
ധൈര്യം ഉണ്ടായിരുന്നില്ല എനിക്ക്. കാരണം ഈ പ്രൊഡക്റ്റ് എവിടെ കിട്ടുമെന്നൊന്നും അറിയില്ല. കോട്ടയത്ത് നിന്നാണ് വരുന്നത്, എൻ്റെ ചേച്ചിയാണ് തരുന്നതെന്ന് അറിയാം. പക്ഷെ എൻ്റെ കൂട്ടുകാരി എൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് അവൾക്ക് ഞാൻ സോപ്പും ക്രീമും, എൻ്റെ മുഖത്തിന്റെ മാറ്റമാണ് അവർ ചോദിക്കുന്നത്, ഇത് ഉള്ളിൽ ഇങ്ങനെ കഴിച്ചത് കൊണ്ടാണ് മാറ്റം ഉണ്ടായതെന്ന് എനിക്കറിയില്ല. അപ്പൊ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സോപ്പും ക്രീമും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചേച്ചി, അവർക്ക്, എൻ്റെ കൂട്ടുകാരിക്ക് ഈ പ്രൊഡക്റ്റ് ഒരു സോപ്പും ക്രീമും ആണ് ഞാൻ ആദ്യമായിട്ട് കൊടുത്തത്. അപ്പൊ ആൾ എൻ്റെ അടുത്ത് ഫേസ് വാഷ് ഇല്ലേന്ന് ചോദിച്ചു, ഫേസ് വാഷും കൊടുത്തു. അങ്ങനെ ഈ 3 പ്രൊഡക്റ്റ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അവള് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചീൻ്റെ പ്രൊഡക്റ്റ് സൂപ്പറാണ്, നല്ല മാറ്റമുണ്ട്, അമ്മ അനിയത്തിയൊക്കെ എടുക്കുകയാണ്, എനിക്ക് അത്ര വേണം ഇത്ര വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ആള് ചോദിക്കുമ്പോൾ കൊടുക്കാനുള്ള പ്രോഡക്റ്റ് വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അവളോട് തന്നെ പൈസ വാങ്ങിച്ചിട്ടാണ് ഞാൻ സാധനം കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ കൊടുത്ത് ഇത് ഇങ്ങനെ ഒരു എന്താ പറയാ എല്ലാവരിലേക്കും എത്തുന്ന രൂപത്തിലേക്കായി. എൻ്റെ മാറ്റങ്ങളും ഇത് ഉപയോഗിക്കുന്നവർ നല്ലതാണ്, സിന്ധുവിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് പലരും ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ചേച്ചീൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിന് വില കുറച്ച് അല്ല കമ്മീഷൻ ഇല്ലേന്ന് ചോദിച്ചു. പലപ്പോഴായിട്ട് പല സാധനങ്ങൾ വാങ്ങിക്കുന്ന എല്ലാം MRPക്കായിരുന്നു വാങ്ങിക്കുന്നത്. പക്ഷെ ഇന്ന് വാങ്ങിക്കുന്ന പോലെ എല്ലാം ഒന്നിച്ചൊന്നിച്ചല്ല, ഓരോന്നായിട്ടാണ് ഞാൻ വാങ്ങിക്കുക. അല്ലാണ്ട് 2 പീസ് 3 പീസ് വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് പൈസ ഇല്ല, അത് ഒന്നിച്ച് വാങ്ങിക്കാനും പറ്റൂല. ഓരോന്നോരോന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ചെറിയ പൈസേന്റെ, അതായത് 1000 രൂപേന്റെയോ 2000 3000 2500 ഇങ്ങനെയുള്ള പൈസക്കുള്ള പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആളെടുത്ത് ഞാൻ ചോദിച്ചു, ഇതിങ്ങനെ ഓർഡർ പിടിച്ച് തരുമ്പോൾ കമ്മീഷൻ ഇല്ലേ? അപ്പോൾ ഉണ്ട്, കമ്മീഷൻ ഉണ്ട്, നീ നിന്റെ പേരും അഡ്രസ്സും തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്കൊരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നത് ഇതിനകത്ത്. ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടിയ ആ ഒരു ഐഡിയയിലാണ് ഇന്നൊരു നാഷണൽ ടീം കോർഡിനേറ്റർ വിത്ത് സീലിംഗ് അച്ചീവർ ആയിട്ട് നിങ്ങളടുത്ത് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു കമ്മീഷൻ എൻ്റെ കൂട്ടുകാരിക്ക് കൊടുക്കാത്ത ആ ഒരു പ്രൊഡക്റ്റ് വൈകുന്നേരം വന്ന് വീട്ടിലിരുന്ന് കൂട്ടുമ്പോൾ DP MRP എന്നെ കൊണ്ട് എഴുതിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 1500 രൂപ എൻ്റെ ഒരു ദിവസത്തെ ലാഭമായിരുന്നു. ഒരു ഓഫീസിൽ രാവിലെ 10 മണി മുതൽ 5:30 മണി വരെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ 400 450 രൂപയാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷെ ഇവിടെ വന്ന് ഈ പ്രൊഡക്റ്റ് എൻ്റെ ഓഫീസിലിരുന്ന് ബോസ് കാണാതെ എൻ്റെ കൂട്ടുകാരിക്ക് എടുത്തു കൊടുത്തപ്പോൾ 1500 രൂപ കിട്ടി. അതെനിക്ക് വലിയൊരു പ്രചോദനമായിരുന്നു. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന സാലറി ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് ഒരു അധിക വരുമാനം, അത് ഭയങ്കരമായ ഒരു അനുഭൂതിയായിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴും ഈ കൊണ്ടുപോയവരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി, അങ്ങനെ പ്രൊഡക്റ്റ് കൊടുക്കാൻ എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് അറിയാതെ അയൽക്കൂട്ടത്തിൽ പോയി 10,000 രൂപ കടമെടുത്തു കൊണ്ടുവന്നിട്ടാണ് സാധനം വാങ്ങിച്ച് ഈ ബിസിനസ് തുടങ്ങുന്നത്. അങ്ങനെ ഇത് കണ്ട സമയത്ത്, ഇതിവിടെ വന്നപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ ചീത്ത പറഞ്ഞു, ഇതൊക്കെ കൊണ്ട് കൊടുത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കും, എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് ഇത് ഉപയോഗിക്കില്ലല്ലോ, ഇത് ആർക്കോ കൊടുക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് എന്നെ ചീത്ത പറഞ്ഞു. അവിടെയും ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എൻ്റെ ചേട്ടായിമാരും ചേച്ചിയും ഞാനും ഒക്കെ ഉണ്ട്, നിങ്ങൾക്കൊന്നും വരില്ല, ഇതൊക്കെ പറഞ്ഞിട്ടാണ് പിടിച്ചു നിന്നത്. അദ്ദേഹം രാവിലെ കടയിൽ പോകും, കടയിൽ പോയി മക്കൾ ഒരു 7:30 8 മണിയാകുമ്പോഴേക്കും മക്കൾ രണ്ടാളും പോവും. പിന്നെ ഞാൻ വാതിലടച്ച് ഈ പ്രൊഡക്റ്റുകൾ എടുത്ത് മേശപ്പുറത്ത് വെച്ച്, അതുവരെ ഇത് കട്ടിലിൻ്റെ അടിയിലായിരിക്കും ഉണ്ടാവുക. പിന്നീട് ഇത് മേശപ്പുറത്ത് എടുത്ത് വെച്ച് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെയാ കൊടുക്കേണ്ടതെന്ന് നോക്കി ബാഗിൽ കുഞ്ഞു കുഞ്ഞു പൊതികളായിട്ട്, കാരണം നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ്, അവിടുത്തെ ആൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജോലി പോകുമെന്ന് നമുക്കറിയില്ല, നമ്മൾ ഇത് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തെ ഒളിച്ച് ഇത് കാണാതെ ആണ് ഞാൻ ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോകണം. ആദ്യം എൻ്റെ ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകും, പിന്നെ എണ്ണം കൂടിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞു വിക്ഷേപ്പറിനകത്ത് ആക്കി കൊണ്ടുപോകാൻ തുടങ്ങും. അങ്ങനെ ഒത്തിരി കള്ളത്തരങ്ങളിലൂടെയാണ് തുടക്കത്തെ കാലത്ത് ഞാൻ കടന്നു വന്നത്. അങ്ങനെ വന്ന് ഈ പ്രൊഡക്റ്റുകൾ എല്ലാ ദിവസവും ആർക്കൊക്കെ എന്നൊക്കെ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ടോ അന്നൊക്കെ എനിക്കൊരു അധിക വരുമാനമുണ്ട്. അപ്പൊ ആ വരുമാനം എൻ്റെ വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു. 2, ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോയി ഉപയോഗിക്കുന്നവർ റിസൾട്ട് ഉള്ളതുകൊണ്ടാണല്ലോ പിന്നെയും പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അങ്ങനെ കൂടുതൽ പേരിലേക്ക് ഇത് എത്തിക്കണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അതേപോലെ തന്നെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മുടെ മുൻപിലുള്ളത്. അപ്പൊ എല്ലാവരോടും നമുക്ക് പറയാൻ പറ്റില്ല, നമ്മളെ വിശ്വസിക്കുന്നവരടുത്ത് നമ്മൾ പറയും, അല്ലെങ്കിൽ എൻ്റെ മാറ്റം എന്താണെന്ന് ചോദിക്കുന്നവരടുത്ത് ഞാൻ പറയാൻ തുടങ്ങി. അങ്ങനെ ഒരുപക്ഷെ ഇതൊരു സ്പ്രെഡായി ഒരു മരത്തിന്റെ ശിഖരം പോലെ ഇത് വളരാൻ തുടങ്ങി. ആ വളരുന്ന സമയത്ത് എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ബാങ്കിൽ പാസ്ബുക്കുമായിട്ടൊന്ന് പോയി നോക്കണം, അക്കൗണ്ടിൽ ഒരു വരുമാനം വന്നിട്ടുണ്ടാകും എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഓർമ്മയിൽ 1 രൂപ പോലും ബാങ്കിൽ കൊണ്ടിട്ടതില്ല, ഒരു ATM കാർഡോ പാൻ കാർഡോ ഒന്നും ഇല്ലാണ്ട് ഈ ബിസിനസ്സിലേക്ക് വന്ന ഒരാള് നമ്മൾ എന്തിന് ബാങ്കിൽ പോകണം? അവിടെ ഒരു മിനിമം അക്കൗണ്ട് എടുക്കണമെങ്കിൽ എത്ര രൂപ വേണം, ആ പൈസ മാത്രമാണ് ഉണ്ടാവുക. എല്ലാ ബാങ്കിലും അക്കൗണ്ട് ഉണ്ട്, കാരണം ഇവിടെ നിന്നൊക്കെ ലോൺ കിട്ടും, അവിടെ നിന്നെല്ലാം ലോൺ എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ജീവിച്ച ഒരാള്
അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും പോയി നോക്കിയില്ല. പക്ഷെ ഇവളുടെ നിർബന്ധം, പലപ്പോഴും നിർബന്ധിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ വിളിച്ച് പോകുന്നതിന് മുന്നേ ഓർപ്പിച്ച് പാസ്ബുക്ക് എടുത്തില്ല എന്നാണ് എപ്പോഴും കള്ളത്തരം പറയുക. അങ്ങനെ ചെന്ന് നോക്കി, ബാങ്കിൽ ചെന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വിട്ട സമയത്ത് ചെന്ന് നോക്കുമ്പോൾ 3126 രൂപ എൻ്റെ അക്കൗണ്ടിലെ MI ലൈഫ് സ്റ്റൈലിലൂടെ വന്ന് കിടക്കുകയാണ്. അതും വളരെയധികം ഭയങ്കരമായ സന്തോഷം തന്നു. കാരണം നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു, മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അന്നേരം തന്നെ അതിന് വേണ്ടുന്ന വരുമാനം കിട്ടി. പിന്നെ എങ്ങനെയാണ് ഈ ഒരു വരുമാനം വന്നത്? അതും ഒരു ഭയങ്കരമായ അത്ഭുതമായിരുന്നു. അപ്പൊ ഞാൻ എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ എത്ര ഇന്ന MI ലൈഫ് സ്റ്റൈലിൽ നിന്ന് വന്നിട്ടുണ്ട്, നമുക്ക് അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അവിടുന്ന് ഞാൻ ഓടി വന്നിട്ട് എൻ്റെ ചേച്ചീനെ, അന്നൊരു കട്ടപ്പെട്ടി പോലത്തെ കുഞ്ഞു മൊബൈൽ ഫോണുമായിട്ടാണ് പോകുന്നത്, വന്നിട്ട് ഓടി വന്നിട്ട് ഞാൻ വിളിച്ചു, ഇടി എൻ്റെ അക്കൗണ്ടിൽ ഇത്രയും പൈസ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഈ പൈസ ആവശ്യമില്ലല്ലോ, അത് എൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചിട്ടേരെ. ഇതാണ് അതിന് പറഞ്ഞ മറുപടി. എന്താണേലും അതിൽ നിന്ന് ഒരു രൂപ പോലും ക്യാഷ് ആയിട്ട് എടുക്കാതെ അത് റീപർച്ചേസ് ചെയ്ത് പ്രൊഡക്റ്റ് എടുക്കുക ചെയ്തത്. കാരണം പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെയാണ് ഞാൻ എപ്പോഴും നടക്കുന്നത്. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, അവർക്ക് കൊടുക്കാൻ പറ്റില്ല, പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. അതിൽ നിന്ന് അത് റീപർച്ചേസ് ചെയ്ത് വീണ്ടും പ്രൊഡക്റ്റ് എടുത്ത് അങ്ങനെ തുടങ്ങിയ ഒരു കുഞ്ഞു ബിസിനസ്സാണ് അത്. ഇന്ന് കുഞ്ഞിതെന്ന് പറയാൻ പറ്റില്ല, ഇന്ന് ഒരുപാട് കോടികൾ ടേൺ ഓവർ തന്ന വലിയൊരു ബിസിനസ്സുകാരിയായിട്ട് മാറിയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഒരു അനുഭവം, തുടക്കം ഇങ്ങനെ ഇന്ന രൂപത്തിലൂടെ വരുമ്പോഴും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഇരിക്കുമ്പം പോകെ പോകെ ഇത് പ്രൊഡക്റ്റുകൾ എല്ലാ ദിവസവും കൊടുക്കുന്ന ഒരു ക്രൈസാക്കി മാറ്റി, എല്ലാ ദിവസവും എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ വീട്ടിലെ കാര്യങ്ങളിൽ ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ചിട്ടി പൈസയായിട്ടും മക്കളുടെ ഫീസായിട്ടും എന്നെയും കൊണ്ട് കഴിയുന്നത് എത്രയാണോ അത് അങ്ങോട്ട് കൊടുത്തു തുടങ്ങി. മറ്റേ എല്ലാത്തിനും ആളുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ട ഒരു സാഹചര്യത്തിൽ എൻ്റെ വരുമാനം ഉണ്ടെങ്കിൽ പോലും എനിക്കൊരു 10,000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കും. അതിൽ നിന്ന് ഒരു രൂപ പോലും എടുക്കാതെ എൻ്റെ ആവശ്യങ്ങൾ പോലും ആളാണ് നടത്തി തരിക. അങ്ങനെയുള്ള എനിക്ക് വളരെയധികം മാറ്റങ്ങൾ വരാൻ തുടങ്ങി. മക്കളുടെ കാര്യത്തിലും എല്ലാം, എൻ്റെ കുടുംബശ്രീയിലുള്ള പിന്നെ ലോൺ അടവ്, അതിനൊക്കെ ഇതാ എൻ്റെ അടുത്ത് പൈസ ഉണ്ട് എന്ന് പറഞ്ഞ ആളിനെ ഹെൽപ്പ് ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നു. ഓൾറെഡി എനിക്ക് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ വരാൻ തുടങ്ങി, സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ വരാൻ തുടങ്ങി, ആരോഗ്യമുള്ള ഒരു വ്യക്തിയായി തിരിച്ചു വന്നു. നല്ലൊരു ആയി എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റും. കാരണം എൻ്റെ ഈ പ്രൊഡക്ട്സ് എല്ലാം കഴിച്ചപ്പോൾ ഞാൻ പോലും അറിയാത്ത രൂപത്തിലേക്ക് എനിക്ക് മാറ്റങ്ങൾ വന്നു. മറ്റേ നമ്മൾ കണ്ണാടിയിൽ നോക്കിയാൽ എനിക്ക് കണ്ണാടി നോക്കിയിട്ട് എന്നോട് തന്നെ അയ്യേ ഇത് എന്തൊരു കോലം എന്ന് എനിക്ക് തന്നെ തോന്നുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും, ഒരാൾ എന്നെ കണ്ടാൽ നോക്കുമോ, അല്ലെ നമ്മളെടുത്ത് ഇതാവോ. കാരണം ആദ്യം അങ്ങനെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല, ആദ്യം നല്ല മിടുക്കികളായിട്ട് സുന്ദരികളായിട്ട് തന്നെയാണ് ഇരുന്നത് 4 പേരും. അപ്പോൾ അച്ഛനും അമ്മയും അങ്ങനെ കൊണ്ടുവന്നു. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് കുഴപ്പമില്ലാതെ പോയിടത്തു നിന്നാണ് എനിക്ക് ഇത്രയും വലിയ ഇതുണ്ടായത്. എൻ്റെ ചേച്ചി ഇതുപോലെ തന്നെയാണ്, മെലിഞ്ഞ് ഇരുന്ന ഒരാളാണ്. ആളുടെ മാറ്റങ്ങൾ കണ്ടപ്പോൾ ഞാൻ ആളെടുത്ത് വീട്ടിൽ വന്നപ്പോൾ, അവള് കോട്ടയത്ത് നിന്ന് വയനാട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്ത് നേരെ പറഞ്ഞിട്ടുണ്ട്, എടി 35 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേഡീസിന് തടി വെക്കുമെന്നാ പറയുന്ന, പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും, അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ നീ എന്താണേലും ഇവിടെ ഞങ്ങളുടെ ഇവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ട്, എനിക്ക് അന്ന് അതിനുള്ള അറിവാണ് ഉള്ളത്. അപ്പൊ അദ്ദേഹത്തിന് ആ ഡോക്ടറെ നല്ല പരിചയം. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞു, നമുക്ക് ആ ഡോക്ടറെ അടുത്തൊന്ന് പോയി ചെക്കപ്പ് ചെയ്യണം, എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, മരുന്ന് മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവൾ എന്നെ നോക്കി ഒരു ചിരി ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം അവള് പ്രൊഡക്റ്റ് കഴിക്കുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല എന്നാണ്. അന്ന് എനിക്ക് തിരിച്ചറിയില്ല, ഇന്നാണ് അറിയാൻ പറ്റുന്നത്. അങ്ങനെ എൻ്റെ ചേച്ചിയുടെ മാറ്റം വളരെ വലുതായിരുന്നു. ഒരു ഊതിയ പറക്കുന്ന പോലെ ഇട്ടാൽ, അല്ല ഞങ്ങളുടെ ഗുരുനാഥ ശ്രീജിത്ത് സാർ എപ്പോഴും പറയും, ഫാന് വീട്ടിൽ 5 സ്പീഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ബിന്ദു പറന്നു പോകുമായിരുന്നു. അങ്ങനെയാണ് സാർ എപ്പോഴും പറയും. ആ ആള് നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ കഴിച്ച് ആരോഗ്യമുള്ള വ്യക്തിയായി വന്നു. അതൊക്കെ കണ്ടപ്പോൾ അതൊരിക്കലും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് മാറ്റം വന്നതെന്ന്. അപ്പൊ എന്ന് പറയുന്ന പോലെ ഞാനും എനിക്ക് നല്ല മാറ്റങ്ങൾ വന്നു. അതും വളരെയധികം അഭിമാനമായിരുന്നു. അങ്ങനെ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു, അക്കൗണ്ടിൽ വരുമാനം വന്നു, എല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പ്രോഗ്രാം ഉണ്ട്, പ്രോഗ്രാമിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രോഗ്രാമിൽ ഒരിക്കലും ഞാൻ പോകാൻ തയ്യാറായിട്ടില്ല. കാരണം ആ പ്രോഗ്രാം എന്നെ ഹസ്ബൻഡ് വിടില്ല വീട്ടിൽ നിന്ന്. വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഒരു ശീലമില്ല. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, 2 ദിവസത്തെ പ്രോഗ്രാമാണ്, അതിൻ്റെ ഫീസ് 2500 രൂപയാണ്, നീ അതിന് വരണം. ഞാൻ പറഞ്ഞു, പിന്നെ എന്തിനാണ് സോപ്പ് തേച്ച് കുളിക്കാനും പേസ്റ്റ് ഉപയോഗിക്കാനും ചാമ്പി തൈലം ഉപയോഗിക്കാനും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കഴിക്കാനൊക്കെ എന്തിനാണ് ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ 2500 രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മളൊരു പ്രോഗ്രാമിൽ പോവുക എന്ന് പറഞ്ഞ് അവളോടുത്ത് ചീത്ത പറഞ്ഞു. പക്ഷെ അവൾ പറഞ്ഞു, നിനക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞു. ഒരു സാധാ ഒരു GTSO അല്ലെങ്കിൽ മറ്റുള്ള പ്രോഗ്രാമോ ഇന്ന് നിങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്ത പോലെ അല്ല നമ്മൾ അറ്റൻഡ് ചെയ്തത്. ആദ്യമായിട്ടൊരു പ്രോഗ്രാമിൽ പോകുന്ന തന്നെ ഒരു FSSലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയെടുത്ത് പറഞ്ഞു, ആദ്യം ഇതിനു മുന്നേ എന്നെ വിടത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡിനെയും കൂട്ടിയിട്ടാണ്, നിർബന്ധിച്ചിട്ടാണ് ആദ്യമായിട്ട് ഈ മീറ്റിങ്ങിൽ പോകുന്നത്. ആ മീറ്റിങ്ങിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിട്ട് ഒരു FSS പ്രോഗ്രാമാണ് ആദ്യമായിട്ട് കേൾക്കുന്ന. ആലപ്പുഴയുള്ള സുനിൽ ലാൽ എന്ന് പറയുന്ന ആളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടത്. അന്ന് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു, നല്ല അവസരമാണ്, ഞങ്ങൾ രണ്ടും കൂടിയാണ് പോയത്, എൻ്റെ ചേട്ടായി ഉണ്ട്, ഞങ്ങൾ 3 ആളും കൂടി പോയി പ്രോഗ്രാം കേട്ടപ്പം നീ ചെയ്തോ,
ഞാൻ സപ്പോർട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. അതുവരെ ചെയ്യാൻ ഒരു അനുവാദവും ഇല്ലാതിരുന്ന ആള് ഈ മാറ്റങ്ങളെല്ലാം വന്ന സമയത്ത് ഇത് പഠിക്കാൻ ശ്രമിച്ചപ്പം രണ്ടാളും ചെയ്താൽ ശരിയാവില്ല, സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വലിയൊരു അനുഗ്രഹമായി കണ്ട് പിന്നെ നമ്മൾ ആളുടെ കാണുക വെച്ചിട്ട് പ്രൊഡക്റ്റ് വിൽക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഈ പ്രോഗ്രാം, ഈ 2500 രൂപ കൊടുത്തുള്ള പ്രോഗ്രാമിന് പോകണമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആള് വിടില്ല. രണ്ട്, ഞാൻ എങ്ങനെ മാറി നിൽക്കും, ഇവരില്ലാതെ ഞാൻ നിന്നിട്ടില്ല. ഇതൊക്കെ എനിക്ക് പേടിയായിരുന്നു. പക്ഷെ ചേച്ചി വരും, കോട്ടയത്തുനിന്ന് വരുമെന്ന് പറഞ്ഞു. എന്തായാലും ആ ഒരു പ്രോഗ്രാമിൽ പോയി പങ്കെടുത്തു എന്ന ഒരൊറ്റ കാരണം, ആ പ്രോഗ്രാമിൽ ഉണ്ടായ കുറേ അറിവുകൾ നമ്മുടെ ഷാജി സാർ എപ്പോഴും ഞങ്ങളോട് പറഞ്ഞു തരാണ്ട്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് അറിവുകളുണ്ട്, പക്ഷെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടുന്ന തിരിച്ചറിവുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് പേര് ഇങ്ങനെ പരാജയപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ ഏത് മേഖലയിലും അവർക്ക് വിജയിക്കാൻ കഴിയാതെ പോകുന്നത് തിരിച്ചറിവുകൾ ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയും. ഒരുപക്ഷെ ഞാനും ആലോചിച്ച് നോക്കി, ഒത്തിരി പല കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ആ പ്രോഗ്രാമിൽ ചെന്നപ്പോൾ എന്നെ വല്ലാതെ ഞെട്ടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് MI ലൈഫ് സ്റ്റൈലിലൂടെ എല്ലാവരും അറിയപ്പെടുന്ന കമ്പനിയുടെ GTC ലീഡർ MS പ്രസാദ് സാർ, അമ്മയുടെ ചേച്ചീന്റെ മോനാണ്, എൻ്റെ ചേട്ടായിയാണ്. അദ്ദേഹം ആ പ്രോഗ്രാമിലുണ്ട്. അതേപോലെ ഷാജി സാറ്, WTC ഷാജി സാറ് എൻ്റെ അമ്മാവന്റെ മോനാണ്, അതും എൻ്റെ ചേട്ടായിയാണ്. എൻ്റെ വീടിന്റെ തൊട്ട് താഴെയാണ് ചേട്ടായിന്റെ വീട്. അപ്പൊ ഞങ്ങള് അവിടെ ചെല്ലുന്ന സമയത്ത് ഈ രണ്ട് ചേട്ടായിമാരെയും എൻ്റെ ചേച്ചിയുമാണ് ആ പ്രോഗ്രാമിലുള്ളത്. എൻ്റെ ചേച്ചി ഇന്ന് CTC ലീഡറാണ്, അന്ന് STC ലീഡറൊറ്റയാണ്. അങ്ങനെയാണ് എന്നെ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത്. അപ്പൊ അവിടെ ഒരുപാട് ആൾക്കാർ വന്നു. പക്ഷെ ഞാൻ അറിയുന്നത് ഇവരെയും ഞങ്ങൾ ഒന്നിച്ചു പോയ ഞങ്ങളുടെ കുറച്ച് കൂടെയുള്ള കുറച്ച് പേരെയും മാത്രമാണ് അറിയുന്നത്. പക്ഷെ അവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ആ പ്രോഗ്രാം ലീഡ് ചെയ്തിരുന്നത് എൻ്റെ ചേട്ടായിമാരാണ്. അപ്പോൾ അതേപോലെ കുറെ പേര് അന്നുണ്ട്, അവരെ ഒന്നും എനിക്ക് അറിയില്ല. ഇന്ന് നമ്മളുടെ സോമകുമാർ സാറ്, ശ്രീജിത്ത് സാറ്, ഇവരെ പോലെയുള്ള വലിയ മനുഷ്യന്മാർ ആണ് അന്ന് അവിടെ. അവരാരും എന്താണെന്ന് അറിയില്ല. പക്ഷെ എൻ്റെ ചേട്ടായിമാർക്ക് ഉണ്ടായ മാറ്റം, അവരുടെ കുടുംബങ്ങളിലെ മാറ്റം എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അവർ MI ലൈഫ് സ്റ്റൈലിലൂടെയാണ് ഇത്രയും മാറ്റങ്ങൾ വരുത്തിയതെന്നും, അപ്പൊ അവർ പറഞ്ഞു തരുന്ന കുറെ കാര്യങ്ങൾ ചിന്തിപ്പിച്ചു എന്ന ഒരു കാരണം കൊണ്ടാണ് ഒരുപക്ഷെ ഒരു ബിസിനസ്സായിട്ട് ഏറ്റെടുത്തത്. അതൊക്കെ എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയ കുറെ കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ലൈഫിൽ ഉണ്ടാകാവുന്ന ഒരുപാട് തിരിച്ചറിവുകൾ പറഞ്ഞു തന്ന, ഇവരൊക്കെ ഇത് എങ്ങനെ പഠിച്ചു. ഒരുപക്ഷെ അവരവിടെ ഓരോ ലീഡേഴ്സും കയറി ഇറങ്ങി സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ലൈഫാണോ, അല്ലെങ്കിൽ നമുക്ക് മുന്നേ പോയവരുടെ ജീവിത കഥകൾ ഇങ്ങനെയാണല്ലോ, നമ്മൾ അവിടെ വരെ വന്നതും ഇങ്ങനെയാണല്ലോ, അപ്പൊ ഇനി മുന്നോട്ട് പോകുമ്പോഴും ഇങ്ങനെയാണോ, ഇങ്ങനെയുള്ള പേടിപ്പിക്കുന്ന കുറെ തിരിച്ചറിവുകൾ തന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു. ആദ്യം പേടിയോടാണ് ആ പ്രോഗ്രാമിൽ പോയതെങ്കിൽ പേടിയെല്ലാം മറന്ന് ഇവർ തരുന്ന ആ ജീവിത അനുഭവ പാഠങ്ങൾ കേട്ടുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരുന്ന് എൻ്റെ ജീവിതത്തിലും ഇതാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള വലിയൊരു തിരിച്ചറിവ്. കാരണം മറ്റൊന്നുമല്ല, ലീഡേഴ്സ് പറഞ്ഞത്, സിന്ധു ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഒരു 30 വർഷം കൂടി ചെയ്താൽ എത്ര രൂപ വരുമാനം അതിലൂടെ കിട്ടും എന്നുള്ളത് ചിന്തിപ്പിച്ചു. അതേപോലെ ഞാൻ കണക്ക് കൂട്ടുന്ന സമയത്ത് 30 വർഷം കൊണ്ട് എനിക്ക് ആകെ ഇത്ര രൂപയാണ് കിട്ടുക. എൻ്റെ ഹസ്ബൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലുണ്ട്, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിലൂടെയുമുള്ള ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു 30 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വരുമാനം എത്രയാന്ന് അന്ന് കണക്ക് കൂട്ടി. കാരണം മറ്റൊന്നുമല്ല, ഒരു 40ഓളം വയസ്സുള്ള സമയത്താണ് ഈ പ്രോഗ്രാം കേൾക്കുന്നത്. പിന്നെ ഒരു 30 വർഷം കൂടി പണിയെടുക്കുമ്പോൾ 70 വയസ്സാകും. അതൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു 70 വയസ്സാകുന്ന സമയം വരെ നമ്മൾ ഉണ്ടാക്കിയാൽ വരാൻ പോകുന്ന, ഒരു വീട്ടിലേക്ക് വരാൻ പോകുന്ന വരുമാനം ഇത്രയാണ് എന്നുള്ളത് ചിന്തിപ്പിച്ചു. അത് അവിടെ ഇരുന്നൊന്ന് എഴുതി നോക്കി. ഒരുപക്ഷെ ചിന്തിച്ചാലും നമുക്ക് കൂട്ടാൻ പറ്റില്ല. എഴുതി നോക്കിയ സമയത്ത് ഉണ്ടായ ഒരു ഞെട്ടൽ, ഇത്രയാണോ നമുക്ക് ഉണ്ടാക്കിയാൽ, അത് വലിയൊരു ഇതാ. പക്ഷെ നമ്മൾ ചെയ്തു തീർക്കേണ്ട കടമകൾ അവിടെ എഴുതി വെപ്പിച്ചു എന്നുള്ളതാണ്. കാരണം 2 കുട്ടികളുണ്ട്, അവരെ പഠിപ്പിക്കണം, അവരെ കല്യാണം കഴിച്ചു വിടണം, നമുക്കൊരു കുഞ്ഞു വീട് വേണം, അല്ലെങ്കിൽ 2 വീട്ടിലും അച്ഛനും അമ്മയും വന്നുണ്ട്, അവരെ നോക്കണം, നമുക്ക് ജീവിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, അതായത് ഇതൊക്കെ മനുഷ്യൻ, നമ്മൾ MI ലൈഫ് സ്റ്റൈൽ ചെയ്താലും ഇല്ലേലും മനുഷ്യൻ ജീവിച്ചാൽ മരിക്കുന്നത് വരെ ചെയ്യേണ്ട കുറെ കടമകളാണ്. ഈ കടമകളെ കുറിച്ചൊന്ന് ചിന്തിപ്പിച്ചപ്പം ഞെട്ടിപ്പോയി. അത് എഴുതി വെച്ച ഒരു സമയത്ത് ഒരിക്കലും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഉണ്ടാക്കുന്ന പണം ഇത്രയും ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാൻ ഒരിക്കലും തികയില്ല. അന്ന് കടമുണ്ട്, 9 ലക്ഷം കടമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കണമെങ്കിൽ പോലും നമുക്ക് പറ്റില്ല. എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ പോരാ, ഒരു എക്സ്ട്രാ വരുമാനം വേണമെന്ന് ചിന്തിപ്പിച്ചൊരു വേദിയായിരുന്നു ആ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അതിനെന്ത് അവസരം. അപ്പൊ ഞങ്ങളുടെ ഗുരുനാഥൻ പ്രസാദ് സാർ എപ്പോഴും പറയാറുണ്ട്, ഇന്ന് അദ്ദേഹത്തിന് എൻ്റെ ഒരു ചേട്ടായി ആയിട്ടല്ല,
എംആർഐ സ്റ്റൈലിലൂടെ പല പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന, അല്ലെങ്കിൽ ഇന്നും കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഗുരുനാഥനായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം അന്ന് ആ വേദിയിൽ പറയുകയാണ്, ദൈവം നമുക്ക് എല്ലാവർക്കും ആയുസ്സും തന്നിട്ടുണ്ട്, ആരോഗ്യവും തന്നിട്ടുണ്ട്. നമ്മൾ എല്ലാവരും എല്ലുമുറിയെ കിടന്ന് പണിയെടുക്കുന്നുണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ, പക്ഷെ സാധിക്കുന്നില്ല. അപ്പോൾ ഇന്ന് ദൈവം എംഐ ലൈഫ് സ്റ്റൈലിലൂടെ ഒരു അവസരവും നമുക്ക് തന്നിരിക്കുകയാണ്. അത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഇത്രയും മാറ്റങ്ങൾ വന്നത്. നിങ്ങൾ ആരൊക്കെ ഇത് വിശ്വാസത്തോടു കൂടി ഏറ്റെടുക്കുന്നു അവരുടെ എല്ലാം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പം എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാതെ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് അവിടെ നിന്ന് വന്നു. എന്താണ് ഒരു പ്രീ ഡിഗ്രി ഫെയിൽ ആയിട്ടുള്ള ഒരു വീട്ടമ്മയ്ക്ക് എന്താണ് ഒരു അവസരം? നമുക്ക് ഇന്നൊരു തൊഴിൽ കിട്ടണമെങ്കിൽ വലിയ വിദ്യാഭ്യാസ യോഗ്യത വേണം, അതിനനുയോജ്യമായ ഒരു എക്സ്പീരിയൻസ് വേണം. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഇതൊന്നുമില്ലാതെ നമ്മളുടെ സോപ്പ് ഉപയോഗിച്ചുകൊണ്ടും പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ തറ തുടയ്ക്കുന്നതും പാത്രം കഴുകുന്നതും തുണി അലക്കാനും ഇങ്ങനെയുള്ള കുറെ പ്രോഡക്റ്റുകൾ നമ്മൾ കൃത്യമായി വാങ്ങി ഉപയോഗിച്ച് കൂടെയുള്ള ആൾക്കാരെ അത് ഉപയോഗിക്കാൻ പഠിപ്പിക്കുക. ഇതൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് മറ്റൊരാളുടെ സമയം നമ്മളുടെ സമയമാക്കി മാറ്റുന്നതാണ്. അതുകൊണ്ട് അത് ഇന്ന ഇന്ന രൂപത്തിലൂടെ പോയാൽ ഇന്ന ഇന്ന മാറ്റങ്ങൾ, 4.5 വർഷം കൊണ്ട് എനിക്ക് ഇന്ന മാറ്റം ഉണ്ടായി. ശ്രീജിത്ത് സാറിന് വന്ന മാറ്റം അദ്ദേഹം പറഞ്ഞു തരുന്നു, സോമകുമാർ സാറിന് വന്ന മാറ്റം അദ്ദേഹം പറഞ്ഞു തരുന്നു. ഇന്നൊരു പക്ഷേ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും ബെൽനി സാറിനെ കാണുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പിക്കൊണ്ട് അല്ലെങ്കിൽ കൈയടിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു അംഗീകാരം. കാരണം അദ്ദേഹം ഒരുപാട് പേർക്ക് ജീവിതം തിരിച്ചു തന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് തിരിച്ചറിവ് തന്ന വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെയൊക്കെ കാണുമ്പോൾ ഓടി ചെന്ന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ആ ഷെയ്ക്ക് ഹാൻഡിലുണ്ട് വലിയൊരു പവർ. ഞാനൊക്കെ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാൾ തന്നെയാണ് എൻ്റെ എല്ലാം ഗുരുനാഥൻ എന്ന് അദ്ദേഹത്തെ പറയാൻ പറ്റും. കാരണം തുടക്കത്ത് ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. ഞങ്ങൾ കോഴിക്കോടെല്ലാം ഔട്ട്ലെറ്റ് വരുമ്പോൾ പ്രോഡക്റ്റ് എടുക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ വന്നിട്ട് ഞങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതാണ് ഞാൻ തുടക്കത്തെങ്കിലും പറഞ്ഞത്, ഒരു ഒരു ഏകോദര സഹോദരങ്ങളെ പോലെയാണ് എംഐ ലൈഫ് സ്റ്റൈലിന്റെ ലീഡേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് നമുക്ക് തരുന്ന ആ ഒരു അംഗീകാരം എന്ന് പറയുന്നത്. അവരുടെ ഒരു അനുഭവങ്ങൾ നമുക്ക് തരുമ്പം നമ്മൾ അവര് നമ്മളെ ചേർത്ത് നിർത്തുകയാണ്. ഇത് ഏറ്റെടുക്കുക, വിശ്വാസത്തോടു കൂടി ചെയ്യുക എന്ന് പറഞ്ഞത്. അതേപോലെ ഒരുപാട് അനൂപ് സാർ, അനീഷ് സാർ, ഇവരെല്ലാം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ വാക്കുകൾ കേൾക്കാൻ സാധിച്ചു. ഒരുപക്ഷെ ഈ ടോപ്പ് ലീഡേഴ്സിന്റെ എല്ലാം പേര് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്താണെന്ന്. അവരിതേപോലെ വന്ന സമയത്ത് വലിയ ലീഡേഴ്സ് ആണെന്നൊന്നും അറിഞ്ഞുകൊണ്ടല്ല, ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ ചേട്ടായിമാര്, ഞങ്ങളുടെ ലീഡേഴ്സ് ഞങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തി തരും. അല്ലെങ്കിൽ മൈലേജ് സ്റ്റൈൽ ചെല്ലുമ്പോൾ നമ്മളൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് ഏത് വേദിയിലും കേൾക്കുന്ന പേരുകളായതുകൊണ്ടും അവരോടൊപ്പം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്ന ലീഡേഴ്സും ഒക്കെ ആയി വരികയാണ്. കാരണം തുടക്കകാലങ്ങളിലെല്ലാം ഇങ്ങനെ വളർന്നു. അപ്പൊ ആ ഒരു തിരിച്ചറിവുകൾ, അവിടെ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു തിരിച്ചറിവാണ് എന്നെയും ഈ ബിസിനസ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അന്ന് എൻ്റെ ലീഡേഴ്സിന് അവിടെ വന്ന ആ വലിയ ലീഡേഴ്സ്, അവര് ലീഡേഴ്സ് ആണെന്നോ ഇന്നതാണെന്നോ ഒന്നും അറിയില്ല, പക്ഷെ അവർ ഇത്ര വർഷം മുന്നേ ഈ ബിസിനസ് ചെയ്തു എന്ന കാരണം കൊണ്ട് അവർക്കുണ്ടായ ആ വലിയൊരു മാറ്റമാണ് എന്നെ ഒരു തീരുമാനം എടുപ്പിച്ചത്. അപ്പൊ ആ ഹാള് വിട്ടിറങ്ങുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുത്തു, ഇനി ചെയ്യുകയാണെങ്കിൽ എമ്മ ലൈഫ് സ്റ്റൈൽ മാത്രമേ ചെയ്യുള്ളൂ. നടിയുറച്ചൊരു തീരുമാനം എടുത്തുകൊണ്ടാണ് ആ ഹാളിൽ നിന്ന് എൻ്റെ അപ്ലൈന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, 4-5 വർഷം യാത്ര ചെയ്യാൻ ഞാൻ റെഡിയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടെ നിന്ന് ഇവിടെ വന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തെല്ലാം പറഞ്ഞ് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റിയ വലിയൊരു അവസരം കിട്ടി. അദ്ദേഹം എന്നെ ഒരുപാട് കളിയാക്കി, കാരണം സോപ്പും പേസ്റ്റും വിറ്റിട്ടാണ് ഇനി ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോണത്. ഞാനിവിടെ 10-14 വർഷമായിട്ട് സോപ്പും പേസ്റ്റും വിറ്റിട്ട് കടങ്ങളും കഷ്ടപ്പാടുകളും മാത്രമാണ് ബാക്കി എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് എന്നെ പുറകോട്ടടിച്ചു. പക്ഷെ എൻ്റെ കണ്ണും എൻ്റെ കാതുമാണ് ആ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ വില്ലംഘിച്ച് നിന്നുകൊണ്ട് എനിക്ക് പ്രോഡക്റ്റ് വേണം, 1 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് എടുത്തിട്ടാണ് വീണ്ടും അദ്ദേഹം എനിക്ക് എടുത്തു തന്നു. അങ്ങനെയാണ് വീണ്ടും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് അദ്ദേഹം പ്രസാദ് സാറ് പറഞ്ഞു തന്നിരുന്നു, ഒരു നല്ലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അച്ചീവേഴ്സിന്റെ ഫോട്ടോയും നമുക്ക് കിട്ടിയ നേട്ടങ്ങളും കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വിജയിച്ചൊരു വ്യക്തിയായി നമ്മൾ ഇരിക്കുന്ന പോലെ ഇരുന്നാൽ പോരാ, മാറ്റങ്ങൾ ഉണ്ടാക്കണം, അക്കൗണ്ടിൽ നല്ല വരുമാനം വാങ്ങിക്കണം, റാങ്കിലേക്കൊക്കെ എത്തണം. ഇങ്ങനെയുള്ള മാറ്റങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, നമ്മളെ വിശ്വസിച്ച് ഒരാൾ നിൽക്കുകയുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി 14 ദിവസം കൊണ്ട് 1 ലക്ഷം ബിസിനസ് ഓളെ മാച്ച് ചെയ്തുകൊണ്ട് ഒരു പെർഫോമൻസ് ബോണസ് 14 ദിവസം കൊണ്ട് വിൻ ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ ഈ ബിസിനസ്സിലേക്കുള്ള എൻ്റെ ഒരു യാത്ര എന്ന് വേണം പറയാൻ. കാരണം ഇത് എനിക്ക് കഴിയുമോ, എന്നെയും കൊണ്ട് സാധിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അന്ന് ഞാൻ ചോദിച്ചു, ഈ ഒരു സമയത്തിന്റെ ഉള്ളിൽ പെർഫോമൻസ് അടിച്ചാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചപ്പം 12,000 രൂപ അക്കൗണ്ടിൽ വരും. അതുകൂടാതെ ഈ സമയം കൊണ്ട് ചെയ്തു എന്ന കാരണം കൊണ്ട് ഒരു 5,000 രൂപയ്ക്ക് മേളിൽ
അക്കൗണ്ടിൽ എക്സ്ട്രാ വരുമാനം വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൂട്ടി നോക്കുമ്പോൾ 17,000 രൂപ ഒരു മാസം പണി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 13,000 രൂപയെ കിട്ടും. ഇനി 15 ദിവസം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ചെയ്താൽ 17,000 കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് ഭയങ്കര മോട്ടിവേഷനായി. അപ്പോൾ ഈ പറഞ്ഞ പെർഫോമൻസ് 14 ദിവസം കൊണ്ട് അടിച്ചു. അങ്ങനെ എൻ്റെ അക്കൗണ്ടിൽ ഈ ക്യാഷ് വന്ന സമയത്ത് 10,000 രൂപ കൊടുത്ത് ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുമെന്ന് അവർക്ക് അവിടെ എഴുതി കൊടുത്തു പോന്നു. ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു മാറ്റങ്ങളിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് വേണം പറയാൻ. അതെന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എനിക്ക് സാധിക്കുമെന്ന്. അങ്ങനെ 2018 ജൂൺ മാസം 21-ാം തീയതിയാണ് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ഇറങ്ങുന്നത്. തീരുമാനമെടുത്തുകൊണ്ട് 2018 ഒക്ടോബറിൽ ഞാൻ എൻ്റെ ജോലി ഒഴിവാക്കിക്കൊണ്ട് ഫുൾ ടൈം കരിയർ ആയിട്ട് ബിസിനസ് ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ. ഇന്ന് മറ്റൊന്നും ചെയ്യാതെ യാമ ലൈഫ് സ്റ്റൈലിലൂടെയുള്ള വരുമാനം മാത്രമാണ് ഞങ്ങളുടെ വീട് കഴിഞ്ഞു പോകുന്നത്. അവിടുന്ന് ആ തീരുമാനത്തിൽ ഒക്ടോബറിൽ ജോലി ഒഴിവാക്കിയപ്പോൾ മൈൻഡും ടൈമും ഫ്രീ ആയി ഫീൽഡിൽ ഇറങ്ങി എനിക്ക് വർക്ക് എടുക്കാൻ തുടങ്ങി. മറ്റൊരാളെ കാണാനും സംസാരിക്കാനും ഒക്കെയുള്ള സമയം ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഒക്ടോബർ ആദ്യത്തെ ഒരു മാസം, സെപ്റ്റംബർ മാസം 7-ാം തീയതി 9-ാം തീയതി ആകുമ്പോഴേക്കും ടീം കോർഡിനേറ്ററായി. ഒക്ടോബർ 26-ാം തീയതി ഒരു ഏരിയ ടീം വീണ്ടും പെർഫോമൻസ് TCയിൽ പെർഫോമൻസ് വിത്ത് ഏരിയ ടീം കോർഡിനേറ്റർ ആയിട്ടാണ് കടന്നു വന്നത്. അന്ന് 40,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ആഴ്ച വരുമാനം വന്നു. ആ 40,000 രൂപ കണ്ടപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് ഇതെന്താണെന്ന് അറിയാൻ ബാങ്കിൽ പോയി സ്റ്റേറ്റ്മെന്റ് കണ്ട്, കാരണം അദ്ദേഹത്തിന് കുറെ കടങ്ങൾ ബാധ്യതകൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ബാങ്കിൽ പോയി നോക്കാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന് വരുമാനം കണ്ടപ്പം ആളുടെ കിളി പോയി. അങ്ങനെ അദ്ദേഹം എന്നെ പല തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പം നോക്കുമ്പോൾ കുഴപ്പമില്ല, നല്ല വരുമാനം വരുന്നുണ്ട്, ഇവളൊറ്റയ്ക്ക് ചെയ്തിട്ട് ഇത്ര, എന്നാൽ പിന്നെ ഞാനും കൂടി ഹെൽപ്പ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന 4 കടയും ഒഴിവാക്കിക്കൊണ്ട് എൻ്റെ കൂടെ ഫുൾ ടൈമറായിട്ട് ബിസിനസ്സിലേക്ക് കടന്നു വന്നു. അപ്പോൾ വളരെ ഹാപ്പിയായി. ഞങ്ങളുടെ കയ്യിലൊരു വാഹനമൊക്കെ ഉണ്ട്, വണ്ടിയെടുത്ത് ഞങ്ങൾ രണ്ടും കൂടി വർക്കിന് പോകാൻ തുടങ്ങി. അങ്ങനെ വർക്ക് എന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നല്ല പ്രൊഡക്റ്റാണ്, ഇത് ഉപയോഗിച്ചാൽ ഇന്ന ഗുണമുണ്ട്, വിറ്റാൽ ഇന്ന പ്രോഫിറ്റ് കിട്ടും, ഇങ്ങനെയൊക്കെ ആണ് പറഞ്ഞു കൊടുക്കാൻ അറിയാം. അങ്ങനെയൊക്കെ പോയി കാരണം എൻ്റെ ചേച്ചി എൻ്റെ അപ്ലൈനാണ്, ആള് കോട്ടയത്താണ് ഉള്ളത്. ഞാൻ വയനാട്ടിൽ. ഒരിക്കലും എൻ്റെ കൂടെ ഒരു വർക്കിന് വരാൻ സാധിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങനെ അറിയുന്നവർ പോയിട്ട് പറഞ്ഞു. പക്ഷെ അന്ന് ഞങ്ങളൊക്കെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോടൊക്കെ പോയിട്ടാണെങ്കിൽ ഇന്നുള്ളവർക്ക് വയനാട്ടിൽ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ ഞങ്ങളെ പോലെയുള്ള കുറച്ചു പേരെ ഏറ്റെടുത്തപ്പോൾ ഉണ്ടാകാൻ സാധിച്ചു. അങ്ങനെ ഇഷ്ടപ്പെട്ട് എവിടെ പ്രോഗ്രാമിന്റെ പോസ്റ്റ് കണ്ടാലും അവിടെ ഞാൻ എത്തും. കാരണം എനിക്ക് വിജയിക്കാനുള്ള, ഒരാഴ്ചയിൽ 2,10,000 രൂപ കിട്ടുന്ന ഒരു കോഴ്സ് എടുത്ത് പഠിക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല, പ്രായമില്ല, അല്ലെ അങ്ങനത്തെ ഒരു കോഴ്സ് ഇല്ല. അപ്പൊ ഇത് പഠിക്കേണ്ട സ്ഥലം എവിടെയാന്ന് വെച്ചാൽ പ്രോഗ്രാം സെന്റർ ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ പ്രോഗ്രാമുകളിലും GTSലും FSSലും RTPയിലും LTPയിലും എല്ലാം നിരന്തരമായിട്ട് പോകാൻ തുടങ്ങി. കൂടെയുള്ളവരെ പങ്കെടുപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ വലിയൊരു ടീമിന്റെ ഉടമയായിട്ട് മാറി. കാരണം എൻ്റെ ഹസ്ബൻഡാണ് കൂടെയുള്ള, രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ ഓടാൻ സാധിക്കുന്നു. ഇന്ന് ഒരുപക്ഷെ പാവപ്പെട്ട വീട്ടിലെന്ന് പറയാൻ പറ്റില്ല എന്ന് അനുജത്തി ഇതാണ് ചെയ്യുന്നത്, ആങ്ങളെ ഇതാണ് ചെയ്യുന്നത്, ഞങ്ങൾ രണ്ടാളും ഇത് ചെയ്യുന്നു, ഞങ്ങളുടെ മോള് ചെയ്യുന്നു, അവൾ ഇന്ന് ZDC റാങ്കിലാണുള്ളത്. ഇന്ന് എല്ലാവരും ഞങ്ങളെ വീട്ടിൽ തന്നെ 5 പേരോളം, ഞങ്ങളുടെ ഈ ഒരു കുടുംബത്തിൽ തന്നെ ഞങ്ങൾ 4 പേരും ആഴ്ചയിൽ 2,10,000 രൂപ വാങ്ങിക്കുന്നു എന്നല്ല, എല്ലാവരും NTC എബോ ലീഡേഴ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ NTCയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സെയിലിംഗ് അച്ചീവേഴ്സ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ ഈ വീട്ടിൽ തന്നെ 5 പേരും ആഴ്ച വരുമാനം 2,10,000 രൂപ വാങ്ങിച്ചവരാണ്. അതേപോലെ ഫാമിലിയിൽ പ്രസാദ് സാർ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ 14ഓളം വ്യക്തികൾ ആഴ്ചയിൽ 2,10,000 വാങ്ങിക്കുന്ന ഒരു സ്വന്തം ഫാമിലിയിലുണ്ട്. അപ്പൊ ഇന്ന് പാവപ്പെട്ട വീട്ടിലെന്ന് പറയാൻ പറ്റില്ല. ഈ 40,000 വാങ്ങിച്ച സമയത്ത് ഹസ്ബൻഡ് തന്ന ആ വലിയൊരു സപ്പോർട്ടും വലിയൊരു ടീമിനോടൊപ്പം യാത്ര ചെയ്യാൻ തുടങ്ങി. ദൈവം സഹായിച്ച് വലിയൊരു ടീം വന്നു. 2.5 വർഷം ഒരു ടീമിനോടൊപ്പം ഓടിയ സമയത്ത് ഒരുപാട് പേര് കളിയാക്കി കുറ്റപ്പെടുത്തി കരയാതെ പോയ ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല, കരയാതെ കിടന്നുറങ്ങിയ ദിവസങ്ങളും ഉണ്ടായിട്ടില്ല. കാരണം എവിടെ ചെന്നാലും കളിയാക്കാനും കുറ്റപ്പെടുത്താനും. കാരണം ഈ പ്രായത്തിലുള്ള ഒരാൾ സോപ്പും പേസ്റ്റും തൂക്കി നടക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കേൾക്കാവോ അതെല്ലാം കേട്ടു. പക്ഷെ അതൊക്കെ ഒരു ചെവിയും ഒരു കണ്ണും ഒരു കൈയും കാലും ഇല്ലാത്തവനെ പോലെ ഞാൻ ജീവിച്ചു. കാരണം എൻ്റെ അപ്ലയൻസ് തന്ന വിശ്വാസവും കമ്പനിയിൽ തരുന്ന ആ ഒരു പ്രോഡക്റ്റ് അവരിൽ തരുന്ന വിശ്വാസത്തിൽ മാത്രം മുറുകെ പിടിച്ചു നിന്നു. ആര് നെഗറ്റീവ്സ് പറഞ്ഞാലും അത് കേൾക്കാൻ പോവാറില്ല. വിജയിക്കണം 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 എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോ ആഴ്ചയും എനിക്ക് ഇത്ര വരുമാനം മേടിക്കണം, ഓരോ മാസത്തിൽ ഇത്ര വരുമാനം മേടിക്കണം, എല്ലാവരെക്കാട്ടിലും ടോപ്പായി ഒരു ലീഡർഷിപ്പിൽ നിൽക്കണം, ഒരു ലേഡിയാണ്, ഒരു പെണ്ണാണ്, അമ്മയാണ്, ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ പേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ആ പേടിയെല്ലാം മാറ്റിക്കൊണ്ട് അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ എനിക്ക് വിജയിക്കാൻ സാധിച്ചു.
വളരെ വേഗത്തിൽ നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്ക് വരെ ഓടിയെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ശക്തമായിട്ട് ഒരു ടീം ഉണ്ടായി, ആ ടീമിനോടൊപ്പം പ്രവർത്തിച്ചു. 2.5 വർഷം ഒരു ടീമിനോടൊപ്പം പണിയെടുത്തപ്പം ആഴ്ചയിൽ 2,10,10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അത് വന്ന സമയത്ത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു. ഇത് നമ്മൾ ചിത്രത്തിൽ അല്ലെങ്കിൽ GTSൽ കാണുന്നു, കേൾക്കുന്നു, പക്ഷെ ഇത് എനിക്ക് തന്നെയാണോ വന്നത്? അതിനുശേഷം കിട്ടിയ അംഗീകാരങ്ങൾ, ഒരാൾക്കും ഒരിടത്തുനിന്നും എവിടുന്നും കിട്ടാത്ത അംഗീകാരങ്ങൾ. നമ്മളൊക്കെ നമ്മളുടേതായ ജോലിയിൽ നിൽക്കുന്ന സമയത്ത് എന്നും കുറ്റപ്പെടുത്തലുകളും കുറവുകളും കേൾക്കുന്ന സമയത്ത്, ഇവിടെ നമ്മൾ പലതരത്തിലെ അച്ചീവ്മെന്റുകൾ നേടുന്ന സമയത്ത് നമ്മുടെ അപ്ലയൻസ് വളരെ ആവേശത്തോടു കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ നമുക്ക് തരുന്ന ആ ഒരു അംഗീകാരങ്ങൾ, അത് നമ്മളുടെ കൂടെ വരുന്ന ടീം മക്കളൊക്കെ കാണുന്നു. ഒരുപാട് പേര് കളിയാക്കി. എൻ്റെ ഹസ്ബൻഡാണ് എന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആക്കുകയും എൻ്റെ മക്കളും അവരും കൂടിയാണ് എന്നെ കരയിച്ചതെങ്കിൽ അവർ തന്നെ എല്ലായിടത്തും പറയുകയും എന്നിലൂടെ ഒരു അവസരം വന്ന് ഒരു ടീമായി വർക്ക് ചെയ്ത സമയത്ത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പം അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, 21 കോടിക്ക് മേളിൽ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്ത വലിയൊരു ടീമിന്റെ ലീഡർഷിപ്പിലാണ് ദൈവം സഹായിച്ച് നിൽക്കുന്നത്. അതെന്നും അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഒരിക്കലും അഹങ്കരിക്കുകയല്ല, ഒരു അറിഞ്ഞുകൊണ്ടല്ല ഒരിക്കലും ഈ ബിസിനസ്സിലേക്ക് വന്ന, ഒരു ബിസിനസ്സുകാരി ആവാൻ വന്നതല്ല. പക്ഷെ സാഹചര്യങ്ങൾ ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നു. കിട്ടിയ അറിവിനെ തിരിച്ചറിവാക്കൊണ്ട് എപ്പോഴും വാശിയായിരുന്നു. ഒരുപക്ഷെ വയനാട്ടിൽ വന്നിട്ടുണ്ട് ലീഡേഴ്സ് കരീം സാറിനും മമ്മൂട്ടി സാറിനും അതേപോലെയുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. വയനാട്ടിൽ ഒരു ഷിനോ സാറുണ്ട്, ഷാലി സെബാസ്റ്റ്യൻ സാറുണ്ട്, നിങ്ങളുടെ ടീമിലും വന്നു പോയിട്ടുണ്ടാവാം. ഒരു രാജേഷ് സാറ്, സന്തോഷ് സാറ്, ഞാൻ, ഇങ്ങനെ ഒരു 4-5 ലീഡേഴ്സിന്റെ പേരിലായിരിക്കും ഇന്ന് വയനാട് ടീം, പ്രസാദ് സാറും ഷാജി സാറും പ്രിയേഷ് സാറും ഒക്കെ കഴിഞ്ഞാൽ അറിയപ്പെടുന്നത്. അതേപോലെ ഒരുപാട് ലീഡേഴ്സ് മറ്റ് പല വിങ്ങുകളിലെ ലീഡേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ മേപ്പാടി ഭാഗത്തൊക്കെ ഉള്ള സാറൊക്കെ ഉണ്ട്. അവരൊക്കെ കഴിഞ്ഞ ഒരുപക്ഷെ നമ്മളുടെ ഈ വിങ്ങുകളിൽ അറിയപ്പെടുന്നത് ഇങ്ങനെയുള്ള കുറെ പേരിലാണ്. ആ സാറിന്റെ ഇങ്ങനെ അറിയപ്പെടാൻ പാകത്തിന് നമ്മൾ ഒരു മത്സരം, ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പൊ അവരുടെ ഒരു വയനാട്ടിൽ ഒരു ലേഡി ആയിട്ട് ഞാൻ മാത്രമാണ് അന്ന് ഇവരോടൊപ്പം ബിസിനസ് ചെയ്യുന്നത്, അതായത് ലീഡർഷിപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെയെല്ലാം, ഈ ജെൻസിനെ എല്ലാം പൊട്ടിച്ചുകൊണ്ട് മുന്നിൽ വരണം എന്ന ആഗ്രഹത്തിലും ആവേശത്തിലും ഓടി. മുബീൻ മുഹമ്മദ് സാർ വെച്ചിരുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഇവോൾവ് എന്ന് പറയുന്ന. അതിൽ പങ്കെടുത്ത ഒരുപാട് ലീഡേഴ്സ് ഇതിനകത്ത് ഉണ്ടാകും. അതിനകത്ത് 6 മാസം ബിസിനസ് വോളിയം ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ചെയ്ത് 1ാം സ്ഥാനത്ത് എത്തുന്നവർക്ക് 50,000 രൂപയുണ്ടെന്ന് പറഞ്ഞിരുന്നു. RTC റാങ്കിൽ എന്താ പറയാ, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 RTC ആയിട്ട് മുബീൻ സാറിന്റെ കയ്യിൽ നിന്ന് 50,000 രൂപ ഈ കൈകളിൽ വാങ്ങിക്കാൻ സാധിച്ചു എന്നുള്ളത് അതും വലിയൊരു ഭാഗ്യമാണ്. അതൊക്കെ ഒരു വാശിയായിരുന്നു, വാശിയോടുകൂടി ഓടിക്കൊണ്ടിരുന്നു, ഇത് വിട്ടുകൊടുക്കില്ല. അത് വലിയൊരു ടീമിനെ ദൈവം തന്നു. അത് ഇഷ്ടപ്പെട്ടിട്ട് അവരെ നോക്കിക്കൊണ്ട് എൻ്റെ അറിവുകൾ ഷെയർ ചെയ്തുകൊണ്ട് ഇന്നും ഞാൻ സംസാരിക്കുന്ന ആത്മാർത്ഥമായിട്ടാണ്. ഇത് എനിക്ക് പരിചയമില്ലാത്തൊരു ടീമാണല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല പറഞ്ഞു തരുന്നത്. ഒരുപാട് ലേഡീസും ജെൻസും ജീവിക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു. കാരണം ഇനി മക്കളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. AI പോലെയുള്ളതും അല്ലെങ്കിൽ എന്താ പറയുക, റോബോട്ടിക്സ് പോലെയൊക്കെയുള്ള കാലങ്ങളാണ് വരാൻ പോകുന്നത്. നമ്മൾ ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ ഒരുപാട് പേര് പരാജയപ്പെട്ടു പോകും ജീവിതത്തിൽ. അപ്പൊ അവർക്ക് ഏറ്റെടുക്കാൻ വലിയ വിദ്യാഭ്യാസമോ വലിയ മുതൽ മുടക്കോ അല്ല ആവശ്യം. ഈ ബിസിനസ് എന്താണ്, പ്രോഡക്റ്റുകൾ എന്താണെന്നൊന്ന് പഠിച്ചുകൊണ്ട് ചെറിയ ചെറിയ സെയിലിലൂടെ ഒരു സാധാരണക്കാരെ ഇത് ഉപയോഗിക്കാൻ പഠിപ്പിച്ചാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇതേപോലെ നമ്മൾ പറഞ്ഞു തന്നെ. ഇത് നമ്മുടെ ലീഡേഴ്സും ഗുരുനാഥന്മാരും നമുക്ക് പറഞ്ഞു തന്നു എന്ന കാരണം കൊണ്ട്. അങ്ങനെ ഇന്ന് ഒരുപാട് പേര്, ഒരുപക്ഷെ ടീമിനകത്ത് 14 കൂടുതൽ വ്യക്തികൾ ആഴ്ചയിൽ 2,10,000 രൂപ വാങ്ങിക്കുന്നവരുണ്ട്. ഒരുപാട് ലേഡീസും ജെൻസും ഇന്ന് വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ബുധനാഴ്ചയും ഒരു 2 കോടി ബിസിനസ്സോളി മാച്ച് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയെ, അതായത് 8ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുണ്ട്, വർക്ക്ഷോപ്പ് മേഖലയിലാണ്, കരിപുരണ്ട ഒരു ജീവിതമായിരുന്നു. അദ്ദേഹത്തിന് മാറി ഈ ബിസിനസ്സിലേക്ക് വന്ന് പേര് പോലും കൂട്ടി എഴുതാൻ അറിയില്ലാത്ത സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി 2 കോടി ബിസിനസ്സോളി മാച്ച് ചെയ്തുകൊണ്ട് ഇന്നലെ ഈ കഴിഞ്ഞ ബുധനാഴ്ച നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തി എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഒരുപാട് ലേഡീസും ജെൻസും വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് 2,10,000 രൂപ 2 ലേഡിയും 2 ജെൻസും കണ്ണൂർ വാങ്ങിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഒരു സാധാരണക്കാർക്ക് പറ്റുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. എന്നാൽ ഇതേ മേഖലയിൽ വന്നിട്ട് ഒരുപാട് പേര് എനിക്ക് കഴിയില്ല, എന്നെയും കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് പരാജയപ്പെട്ടു പുറത്തു നിൽക്കുന്നവരുണ്ട്. അതുകൊണ്ട് കയ്യിൽ കിട്ടിയ അവസരം എന്താണെന്ന് അറിയാൻ മുറുകെ പിടിച്ചുകൊണ്ട് അത് പഠിക്കാൻ ശ്രമിക്കുക. MI ചെയ്യുന്ന ഒരാൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ചെയ്യുന്ന എല്ലാവരെയും അത് ബാധിക്കും. ഒരാൾ വിജയിച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മളുടെ തന്നെ നേട്ടമാണ്.
ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്കായിരിക്കാം 2,10,10,000 ഒക്കെ വരുന്നത്. പക്ഷെ വിജയിച്ച് കാണിക്കുമ്പോൾ നമ്മുടെ നേട്ടമാണ്, നമ്മളുടെ ഓരോരുത്തരുടെയും നേട്ടമാണ് MI ലൈഫ് സ്റ്റൈലിന്റെ വിജയം എന്ന് പറയുന്നത്. കാരണം അത്രയും വലിയൊരു കമ്പനിയിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ആ കമ്പനി മാനേജ്മെന്റ് നമുക്ക് തരുന്ന ഒരു കരുതലും കാക്കലും ഉണ്ട്. അതേപോലെ നമ്മളുടെ ടീം നമുക്ക് തരുന്ന ഒരു കരുതലും കാക്കലും, അത് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാതെ അവരെ വിശ്വസിച്ചുകൊണ്ട് അവർ പറയുന്ന എന്താണോ അത് കേട്ട് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ നേട്ടങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കാൻ സാധിച്ചത്. ഇന്ന് ഒരുപാട് ലേഡീസിനെയും ജെൻസിനെയും എല്ലാം കൈപിടിച്ച് വളർത്തുന്ന ഒരു വലിയൊരു വ്യക്തികളായിട്ടും, അല്ലെ ഒരുപാട് വലിയ ലീഡേഴ്സ്, നമ്മുടെ ലീഡേഴ്സ് മുന്നേ പോകുന്നവര് വളർന്നുകൊണ്ടിരിക്കുകയാണ്. 10 കോടി BV-യിലേക്കും 35 കോടി BV-യിലേക്കും 75 കോടിയിലേക്കും 150 കോടിയിലേക്കും ഒക്കെ എത്തിയവര് നമ്മുടെ മുന്നിൽ നടക്കുമ്പോൾ അവര് പോകുന്ന അതേ റൂട്ടിലൂടെ അവർ നമുക്ക് പ്രോഗ്രാംസ് ഒരുക്കി തന്ന് നമ്മളെ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ അതൊന്ന് ഏറ്റെടുക്കാൻ തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഇവിടെ വരെ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ ഒരുപാട് കഷ്ടപ്പാടിലൂടെ ആണെങ്കിലും അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്തു. ആ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ വരെ എത്താൻ സാധിച്ചത് എന്നുള്ളതാണ്. അവിടുന്ന് നല്ല രൂപത്തിൽ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തു. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാംസുകൾ നിരന്തരം അറ്റൻഡ് ചെയ്യുക. നമ്മൾ എത്തി നിൽക്കുന്ന കമ്പനി ഏതാണ് അതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. പ്രോഡക്റ്റുകൾ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്, എന്തിനോട് കൂടിയിട്ടാണ്, ഇത് പഠിക്കാൻ ശ്രമിക്കുക. അതേപോലെ നമ്മളുടെ കമ്പനി പേ ഔട്ട് നമുക്ക് കറക്റ്റായിട്ട് കൃത്യമായി വരുമാനം തരുന്നുണ്ട്. ഒരാൾക്ക് വരുമാനം വന്നിട്ടില്ലെങ്കിൽ മന്ത്ലി ഇല്ലാത്തതുകൊണ്ടോ KYC ഇല്ലാത്തതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം. അതെന്താണെന്ന് കണ്ടുപിടിക്കുക. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇതാ ഇന്നടത്ത് ഒരു പ്രോഗ്രാം ഉണ്ട്, വാ നമുക്ക് പോയി ഇതൊന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുവരിക. ഇങ്ങനെയുള്ള 4-5 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. എല്ലാവർക്കും ഒരുപോലെ വിജയിക്കാൻ പറ്റില്ല. ഞാനൊക്കെ ഇവിടെ വരെ എത്തി എന്ന് പറഞ്ഞാൽ ഇന്ന് നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയാൻ സാധിക്കില്ല. 4 കോടി BV മാച്ചിങ് കഴിഞ്ഞിട്ട് 5 കോടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എൻ്റെ മോളുടെ കല്യാണം, അവളുടെ പ്രസവം, ഇതെല്ലാം വന്ന സമയത്ത് ഞാൻ കുറെ പുറകോട്ടേക്ക് നിൽക്കുക, അല്ലെ നമുക്ക് എല്ലാം എപ്പോഴും ചെയ്യുന്ന പോലെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി ഇപ്പൊ വളരെ ആക്റ്റീവായിട്ട് ഫീൽഡിൽ ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും ഒരുപാട് പേര് നമ്മളിൽ നിന്ന് പോയിട്ടുണ്ട്, കുറെ പേര് പുതിയ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ ആര് വന്നാലും ആര് പോയാലും നമ്മൾ ഈ ബിസിനസ്സിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനാണ് ഏറ്റവും പ്രത്യേകത. നമ്മൾ നോക്കി കാണുന്ന ഒന്നുണ്ട്, അവൻ ശരിയില്ല, അപ്ലൈൻ ശരിയില്ല, ഇവര് ശരിയില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും കുറെ പേര് കാരണങ്ങൾ പറയുന്നത്. അതൊക്കെ അവർക്ക് വിജയിക്കാതിരിക്കാൻ അവർ പറയുന്ന കാരണങ്ങൾ മാത്രമാണ്. നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ ഒരു തീരുമാനം എടുക്കുക. ആ തീരുമാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിൽ പ്രവർത്തിക്കുക. പ്രസാദ് സാർ എപ്പോഴും പറയും, വിശ്വാസത്തോടു കൂടി ഏറ്റെടുക്കാനും പ്രവർത്തിക്കാനും തയ്യാറാണെങ്കിൽ ഈശ്വരനും പ്രകൃതിയും നമുക്ക് അനുകൂലമായി വരും. അതിലൊരു സംശയവുമില്ല എന്ന് പറയാം. അദ്ദേഹത്തിന്റെ ലൈഫിലെ വലിയ അനുഭവങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, അന്നുണ്ടായ കുറെ തിരിച്ചറിവുകളാണ് എന്നെ ഈ ബിസിനസ് ഏറ്റെടുപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞു. MI ലൈഫ് സ്റ്റൈൽ ചെയ്തുകൊണ്ട് ഒരു മക്കളെ എങ്ങനെ പഠിപ്പിക്കാമെന്ന് എൻ്റെ ചേച്ചി കാണിച്ചു തന്നു. നല്ലൊരു കോഴ്സ് പഠിപ്പിച്ച് മോളെ ഇറക്കിയിട്ടുണ്ട്. അതേപോലെ എങ്ങനെ ഒരു മോളുടെ കല്യാണം നടത്താമെന്ന് പ്രസാദ് സാർ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. 2 കിലോയ്ക്ക് മേളിൽ സ്വർണം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മോളുടെ കല്യാണം നടത്തി കൊടുത്തത്. അതേപോലെ തന്നെ എങ്ങനെ ഒരു വീട് വെക്കാം MI ലൈഫ് സ്റ്റൈൽ ചെയ്തുകൊണ്ട് എന്ന് എൻ്റെ ഗുരുനാഥൻ ഷാജി സാറ് ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ തൊട്ടടുത്താണ്. അദ്ദേഹം 9,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയൊരു വീടാണ് അദ്ദേഹം കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നത്. വെറും 5,000 രൂപ സാലറിയിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി MI ലൈഫ് സ്റ്റൈൽ ഏറ്റെടുത്ത് 10-12 വർഷം ഏറ്റെടുത്തപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ, ബെൻസും BMW എല്ലാം മാറി മാറി ഓടിക്കുന്ന രൂപത്തിൽ ഈ വീടിന്റെ മുറ്റത്തൂടെയാണ് റോഡ് പോകുന്നത് താഴേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്. ആ വഴികളിലൂടെ പോകുമ്പോൾ ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറയാതെ നമ്മുടെ കുടുംബത്തിൽ, അല്ലെ നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നത് അഭിമാനത്തോടെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതെല്ലാം നോക്കി കണ്ട് ഇവർ പോയ വഴികളിലും കല്ലും മുള്ളും ഉണ്ടായിരുന്നു. അവരതെല്ലാം മറികടന്നുകൊണ്ടാണ് പോയതെങ്കിൽ നമ്മളും അതേ വഴികളിലൂടെ പോകുമ്പോൾ അവര് പോയ കല്ലും മുള്ളുകളും ഇന്നില്ല. ഇന്നും മെത്തയാണ് വിരിച്ചിട്ടിരിക്കുന്നത്. അത് ചവിട്ടി അതിൽ പോകാൻ പോലും റെഡി ആവാത്തവരാണ് ഇന്നും പരാജയപ്പെട്ട് മാറി നിൽക്കുന്നവര്. പക്ഷെ ആ യാത്ര ചെയ്യുന്ന മുന്നിൽ പോകുന്ന ലീഡേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് എപ്പോഴും പറയുകയാണ്, ഒരു അപ്ലൈൻ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ലൈൻ നമ്മളെ കൊണ്ടുവന്നവരുണ്ടാവാം, അവര് നമുക്ക് അപ്ലൈൻ തന്നെയാണ്. പക്ഷെ വിജയങ്ങൾ കാണിച്ചു തന്ന ലീഡേഴ്സ് ഉണ്ട്, അവര് സക്സസ്ഫുൾ ആയതാണ്. അവരെ ഒരാളെ നമ്മളുടെ റോൾ മോഡൽ ആക്കിക്കൊണ്ട് എല്ലാ ഡൗട്ടുകളും അവരോട് ചോദിച്ചുകൊണ്ട് അവർ പറഞ്ഞു തരുന്ന വഴികളിലൂടെ യാത്ര ചെയ്താൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയം ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. എൻ്റെ ജീവിതത്തിലെ ഈ ഒരു 6-7 വർഷത്തെ അനുഭവം കൊണ്ടുണ്ടായത്. ഇനി ഒരു പക്ഷെ വരാൻ പോകുന്നു. കമ്പനി മാനേജ്മെന്റ് ഡോക്ടർ DB അനന്തനാരായൺ സാർ വന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പ്രോഡക്റ്റിന്റെ മഹാത്മ്യം എന്താണ്, എങ്ങനെയാണ്, ഇന്നതാണ് എന്നുള്ളത്. നമ്മളുടെ MD പ്രവീൺ ജെ ചന്ദൻ സാറ് നമ്മളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. 2030 ആകുമ്പോഴേക്കും 1000-ഓളം പ്രൊഡക്റ്റുകളാണ് വരാൻ പോകുന്നതെന്ന്. എൻ്റെ തുടക്കത്തിങ്കൽ 13 പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഞാൻ കടന്നു വരുമ്പോൾ ഉള്ളത്. പക്ഷെ 2018 ആകുമ്പോഴും മൈ ഹോം, ന്യൂ സ്റ്റാർ ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകളെല്ലാം വന്നു തുടങ്ങി. ഇന്നിപ്പോൾ എത്ര 150-ൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ നമുക്കായി ഇപ്പോഴും പൈപ്പ് ലൈനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 2030 ആകുമ്പോഴേക്കും 1000-ഓളം പ്രൊഡക്റ്റുകളാണ്
ആണ് വരാൻ പോകുന്നത്. ഇന്നുള്ള പ്രൊഡക്റ്റ് തന്നെ നമ്മൾ എന്തൊക്കെയോ ഇറങ്ങി അതൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിച്ചു. ഇപ്പൊ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, മാൻശക്തിമാനും മോറോ ലൈഫ് പോലെയുള്ള പ്രൊഡക്റ്റ് അല്ലാത്തത് ബാക്കി ഏകദേശം എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം ഇത് കടിക്കില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം ഇങ്ങനെ നമ്മൾ തന്നെ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുകയും നമ്മുടെ കൂടെ വരുന്ന 10-100 ആൾക്കാരെ ഇത് ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയും ചെയ്താൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ കൂടെ പോയി വാങ്ങിക്കുന്ന സമയത്ത് മുടങ്ങാതെ ആഴ്ചയിൽ 2-10 കിട്ടുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ആരൊക്കെയാണോ ഇത് ഇതേപോലെ മനസ്സിലാക്കി ഏറ്റെടുക്കുന്നത് അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. എന്ത് കമ്പനി എന്ത് പ്രോഗ്രാം വെച്ചാലും ടീം എന്ത് പ്രോഗ്രാം വെച്ചാലും അത് നമ്മൾ പോയി പങ്കെടുക്കണം. പ്രോഗ്രാംസിൽ കോണ്ടസ്റ്റുകൾ ലീഡേഴ്സ് തരും, അത് നമ്മൾ എത്തിപ്പിടിക്കണം. കാരണം ആരും ചെയ്യാൻ പാടില്ലാത്ത, ആർക്കും ഇച്ചിരി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കാം ബിസിനസ്സിൽ MLA സ്റ്റേജിൽ വരിക. അതിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സമയത്താണ് ഇതുവരെ ഇല്ലാത്ത ഒരു അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുക, വരുമാനവും കൂടി വരിക. അപ്പൊ കോണ്ടസ്റ്റുകൾ ലീഡേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ കോണ്ടസ്റ്റുകൾ നമ്മൾ എത്തിപ്പിടിക്കുക, പല പ്രോഗ്രാംസുകളും പോയിട്ട് അറ്റൻഡ് ചെയ്യുക, നമ്മുടെ കൂടെ വന്നവരെ കൊണ്ടും ഇത് ചെയ്യിപ്പിക്കുക. ഇത് മാത്രം ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ പോലും വിജയിക്കാൻ പറ്റും. ഇപ്പൊ നമുക്കറിയാം, കമ്പനി ഒരു തായ്ലൻഡ് കോണ്ടസ്റ്റ് വെച്ചു. വയനാട്ടിൽ നിന്ന് ഒരേ ഒരു വിജയം ഉണ്ടായിട്ടുള്ളൂ, അത് നമ്മുടെ ടീമിൽ നിന്നായിരുന്നു. ജോസഫ് എന്ന് പറയുന്ന ഒരു വലിയൊരു മനുഷ്യൻ, അവര് കമ്പനിയിൽ നിന്ന് പോയി വന്നു. അപ്പൊ എന്ത് കാര്യം തന്നാലും നമ്മളത് വാശിയോട് കൂടി ഏറ്റെടുക്കുക, അതിനകത്ത് വിജയിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഏറ്റവും വലിയ മനോഹരമായ ഒരു അവസരമാണ്. എനിക്ക് തന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളോടൊപ്പം ശക്തമായിട്ട് ബിസിനസ് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. നമുക്കറിയാം, നൗഫൽ സാറ്, നൗഫൽ നാഷണൽ ടീം കോർഡിനേറ്റർ കുറ്റിയാടിയുള്ള അദ്ദേഹമൊക്കെ ഒരുപക്ഷെ ഈ ബിസിനസ് എങ്ങനെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് നോക്കിക്കാണുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. അവരൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതേപോലെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ കരീം സാറ് രാവിലെ തന്നെ വീഡിയോ ഒക്കെ ഓണാക്കി ഈ ഒരു പ്രോഗ്രാമിന്റെ കോർഡിനേഷൻ പോലെ MC ഒക്കെ ചെയ്ത് വളരെ മനോഹരമായി നമ്മളെ വിശ്വസിച്ച് നിൽക്കുകയാണ്. അവരെയും വിശ്വസിക്കുക. അവരുടെയൊക്കെ ഒരിക്കലും ഒരാളെ ഒരു കുഴിയിൽ കൊണ്ട് ചെന്ന് ചാടിക്കില്ല. അവരുടെ അറിവുകൾ, ഞാൻ എൻ്റെ അറിവുകളാണ് പറഞ്ഞു തന്നത്, അവരുടെ അറിവുകൾ എന്താണോ അത് പറഞ്ഞു തരും. കൂടുതൽ കൂടുതൽ പഠിക്കാൻ നമ്മൾ ഒന്നിച്ച് തന്നെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ സജീഷ് സാറ്, STC ലീഡർ, അവരൊക്കെ എന്താ പറയുന്നത്, ഏതോർക്കോ മേഖലയിൽ വർക്ക് ചെയ്തവരാണ്, പക്ഷെ എവിടെയും എത്താൻ പറ്റില്ല എന്ന് ബന്ധുവോ സുഹൃത്തോ പറഞ്ഞ സമയത്ത് ഇവിടെ തിരിച്ചറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മളോടൊപ്പം കടന്നു വന്നത്. അതേപോലെ ബഷീർ സാറ് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി തന്നെ വന്നവരാണ്. കാരണം പല മേഖല, ഓരോ വീട്ടിലെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തങ്ങൾ പലതായിരിക്കാം, പക്ഷെ അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരായിരിക്കുന്ന മേഖലയിൽ നിന്ന് ബിസിനസ് ഏറ്റെടുത്ത് വളരെ ശക്തമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഉസ്മാൻ സാറ്, ദാരിമി ഉസ്മാൻ സാറ് ആണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. നമുക്കറിയാം, അവരൊക്കെ ഒരു ചേച്ചിയെ പോലെയോ അനുജത്തിയെ പോലെയോ നമുക്ക് എങ്ങനെയാണോ നമ്മൾ നമ്മുടെ ലീഡേഴ്സിനെയും ടീമിനെയും കാണുന്നത്, ആ ഒരു കരുതലും കാക്കലും, ആ കൈകളിൽ നമ്മൾ സുരക്ഷിതരാണ്. എനിക്കിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ലേഡീസ് ഒക്കെ ഒരുപാട് പേര് കേൾക്കുമ്പോൾ ഇത് എന്നെയും കൊണ്ട് കഴിയില്ല കഴിയില്ല എന്ന് പറയുന്നവർക്ക് പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരൊക്കെ ഈ പ്രോഗ്രാം കേൾക്കുന്നുണ്ടോ, ഇന്ന് ഞാൻ ഇവിടെ പേര് വായിച്ചതിൽ ജെൻസിന്റെ പേരാണെങ്കിൽ നാളെ 2-3 മാസങ്ങൾക്കപ്പുറം ലേഡീസിന്റെ പേരും ഇവിടെ വരുത്താൻ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ലേഡീസും ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ജെൻസും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നിച്ച് വിജയിക്കാൻ സാധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. കാരണം ലേഡിയാണോ ജെൻസാണോ എന്ന് ചോദിച്ചിട്ടല്ല നമ്മുടെ ആവശ്യങ്ങൾ വരുന്നത്, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ വരുന്നത്. വിജയിച്ചേ പറ്റൂ. മക്കളുടെ മുമ്പിൽ പരാജയപ്പെട്ട അച്ഛനും അമ്മയായി മാറാതെ വിജയിച്ച് കാണിക്കണം. വയനാട്ടിൽ വന്നാൽ എന്ത് സപ്പോർട്ട് വേണേലും ഞങ്ങളാൽ കഴിയുന്ന ഞങ്ങൾ തന്നിരിക്കും. 100% വയനാട് സെൻട്രൽ വരുന്നവർക്ക് അത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് മൈലേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ വലിയൊരു കമ്പനിയിൽ വന്നത് ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ടും നമ്മുടെ അച്ഛനമ്മമാരുടെ പുണ്യം കൊണ്ടും തന്നെയാണ്, അല്ലെ നമ്മളുടെ ഭാഗ്യം കൊണ്ട്. അത് ഇട്ടിട്ട് പോകാതെ അതിനകത്ത് കഷ്ടപ്പെട്ട് തൂങ്ങി നിന്നിട്ടാണെങ്കിലും വിജയിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ആ വിജയ കൊടുമുടിയിൽ വെച്ച് നമുക്ക് എല്ലാവർക്കും കണ്ടുമുട്ടാൻ സാധിക്കണം എന്ന് നമ്മൾ ഉണ്ടാവണം. ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളെ പോലെ നമുക്ക് ഉണ്ടാവാൻ സാധിക്കണം. എന്തായാലും എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച നമ്മളുടെ മമ്മൂട്ടി സാറിന് ഒരുപാട് സ്നേഹത്തോടെ ഒരു നന്ദി അറിയിക്കുകയാണ്. അതേപോലെ കരീം സാറിനും നമ്മുടെ ടോപ്പ് ലെവൽ ലീഡേഴ്സ്